السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على عبدك ونبيك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم وصل على جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. സമാദരണീയരായ സാദാത്തുക്കൾ, അഭിവന്യരായ ഉസ്താദുമാർ, സ്നേഹധന്യരായ സഹോദരന്മാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒത്തുകൂടിയ നമ്മുടെ ഈ സംഗമം പൊരുത്തപ്പെടുമാറാവട്ടെ. ഹബീബിന്റെ മഹത്തായ പൊരുത്തവും അവിടുത്തെ ശഫാഅത്തിനുള്ള യോഗ്യതയും നേടാൻ പടച്ച റബ്ബ് നമുക്ക് ഈ കൂടൽ കാരണമാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവരുടെ പരലോകം പടച്ചവൻ സന്തോഷമാക്കുമാറാവട്ടെ. ജീവിക്കുന്ന കാലത്തോളം അള്ളാഹുവിന്റെ ത്വാഅത്തിലും അവന്റെ ദീനിന്റെ ഖിദ്മത്തിലുമായി ആഫിയത്തുള്ള ആയുസ് കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്തുകൊണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഇന്റെ ചന്ദ്രക്കല പടിഞ്ഞാറൻ ചക്രവാള സീമയിൽ പ്രത്യക്ഷപ്പെട്ടതു മുതൽ തന്നെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള വിശ്വാസികളുടെ മനസ്സ് ഹബീബിന്റെ പേരിലുള്ള പ്രത്യേക സന്തോഷം കൊണ്ട് ആനന്ദതുന്ദിലമായ സാഹചര്യം നിലനിർത്തി മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ സകല സമയങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ടത്തിന്റെയും അവിടത്തോടുള്ള പ്രത്യേകമായ പെരുമാറ്റങ്ങളും അതേപോലെ പ്രകടനങ്ങളുമൊക്കെ ജീവനേക്കാളേറെ അവിടത്തോടുള്ള സ്നേഹം മനസ്സിൽ കൊണ്ട് നടക്കലും ആ സ്നേഹം മനസ്സിലുണ്ട് എന്നത് ബാഹ്യമായി പ്രകടിപ്പിക്കുന്നതിനാവശ്യമായ പ്രകടനങ്ങൾ നമ്മിൽ നിന്ന് ഉണ്ടാകുന്നതും വിശുദ്ധ ഇസ്ലാം വളരെ കണിശമായി നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളതും ഒരു നന്ദിയുള്ള മനുഷ്യന്റെ സ്വഭാവമായി നാം കാണേണ്ടതുമാണ്. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം അത് വേണോ വേണ്ടയോ എന്ന് വാസ്തവത്തിൽ ലോകത്താരും തർക്കിക്കുമെന്ന് തോന്നുന്നില്ല. റസൂലുള്ളാഹിനെ സ്നേഹിക്കണം എന്ന് പറയാത്തവരായി അല്ലെങ്കിൽ പറയാൻ നിർബന്ധിതരാവാത്തവരായി ലോകത്താരും ഉണ്ടാവില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിമർശിക്കാൻ വേണ്ടി മാത്രം തങ്ങളെ പഠിച്ചവർക്ക് പോലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തുണ്ടാക്കിയ പരിവർത്തനത്തിന്റെ പേരിൽ അല്ലാഹുവിന്റെ റസൂൽ ഈ ഉമ്മത്തിന് നൽകിയ അല്ലെങ്കിൽ ലോകത്തിന് നൽകിയ വളരെ സന്തോഷകരമായ സംഭാവനകളുടെ പേരിൽ റസൂലുള്ളാഹിനെ മുക്തകണ്ഠം പ്രശംസിക്കാതിരിക്കാൻ ആയിട്ടില്ല. നബി തങ്ങളെ വിമർശിക്കാൻ, ഖുർആനിനെ ആക്ഷേപിക്കാൻ ഒരു പുസ്തകം എഴുതി നമ്മുടെ നാട്ടിൽ യുക്തിവാദികളുടെ നേതാവ്
ഇടമറുക് എന്ന് പറയുന്ന മനുഷ്യൻ. റസൂലുള്ളാഹിനെയും വിശുദ്ധ ഖുർആൻ ഒരു വിമർശന പഠനം എന്നാണ് ആ ബുക്കിന്റെ ടൈറ്റിൽ തന്നെ. അങ്ങനെ പറഞ്ഞ് ബുക്ക് എഴുതിയിട്ട് പോലും അദ്ദേഹത്തിന് തന്നെ അറിയാതെ പറയേണ്ടി വന്നു. പക്ഷെ സംഗതി ഞാനിങ്ങനെയൊക്കെ റസൂലുള്ളാഹി മുഹമ്മദ് നബിയെ വിമർശിക്കുന്നുണ്ടെങ്കിലും മനുഷ്യന്റെ ജീവിതത്തിനൊരു സിസ്റ്റമാറ്റിക്കായ ശൈലി ഉണ്ടാക്കി കൊടുത്തതിന്റെ പേരിൽ അദ്ദേഹത്തെ പ്രശംസിക്കാതിരിക്കാനാവില്ല. നോക്കണം നിങ്ങൾ, റസൂലുള്ളാഹിനെ ആക്ഷേപിക്കാൻ, വിശുദ്ധ ഖുർആനിനെ നിരാകരിക്കാൻ, വിശുദ്ധ ഇസ്ലാമിന്റെ എല്ലാ പദ്ധതികളെയും പ്രത്യയശാസ്ത്രത്തിന്റെ താൽപര്യങ്ങളെയും ചോദ്യം ചെയ്യാൻ ഗ്രന്ഥരചന നടത്തിയിട്ട് പോലും അതിനിടക്ക് അബദ്ധത്തിൽ അദ്ദേഹത്തിന് പറയേണ്ടി വന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ വലിയ വിഷയങ്ങളിൽ വരെ അനുയായികൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ചിട്ട പഠിപ്പിക്കുന്നതിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിജയിക്കാനായിട്ടുണ്ട്. ആലോചിക്കുക, ഇങ്ങനെ പറയാൻ നിർബന്ധിതരാണ് എല്ലാവരും. അപ്പൊ ഇങ്ങനത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്നേഹിക്കപ്പെടണം, ആദരിക്കപ്പെടണം. സ്നേഹത്തിൽ പൊതിഞ്ഞ ആദരവ് കൊണ്ടാണ് അള്ളാഹിന്റെ റസൂലിനെ നാം ബഹുമാനിക്കേണ്ടതും സ്നേഹിക്കേണ്ടതും. അല്ലാഹു തആല ഖുർആനിൽ തന്നെ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും നമ്മുടെ ജീവിതത്തിലെ സകലമാന സൗകര്യങ്ങളെക്കാളും സ്നേഹിക്കുന്ന ഘട്ടം എപ്പോഴാണോ ഒരു വിശ്വാസിയിൽ ഉത്ഭൂതമാകുന്നത്, ആ സമയത്ത് മാത്രമാണ് അവനിൽ വിജയം ഉണ്ടാകുന്നതെന്നും അതിനു പകരമായി തന്റെ സമ്പത്തും തന്റെ ഭാര്യമാരും തന്റെ മക്കളും തന്റെ ബാക്കിയുള്ള സംവിധാനങ്ങളും തന്റെ കച്ചവടങ്ങളും ഇങ്ങനെ തുടങ്ങിയിട്ട് മനുഷ്യന്റെ സ്നേഹത്തിന് കാരണമാകുന്ന മറ്റെന്തെങ്കിലും സംഗതികൾ അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള ഇഷ്ടത്തെക്കാൾ ഒരാൾക്ക് താല്പര്യവും ഇഷ്ടവുമുള്ളതായി വന്നാൽ പടച്ച തമ്പുരാന്റെ ശിക്ഷ പ്രതീക്ഷിച്ചിരിക്കണം എന്ന കാർക്കശ്യത്തിന്റെ ശൈലിയിലുള്ള താക്കീതാണ് പടച്ച റബ്ബ് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് നൽകുന്നത്. അപ്പൊ റസൂലുള്ളാഹിനെ സ്നേഹിക്കണം. അവിടുന്ന് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളോട്, ലാ യുമിനു അഹദുക്കും, നിങ്ങളിൽ ഒരാൾക്കും വിശ്വാസിയാവാൻ സാധ്യമല്ല തന്നെ, ഹത്താ അക്കൂന, ഞാൻ ആകുന്നത് വരെ, അഹബ്ബ ഇലൈഹി, അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടവനാകുന്നത് വരെ, മിൻ വാലിദിഹി വവുൽദിഹി വന്നാസി അജ്മഈൻ, തന്റെ മാതാപിതാക്കൾ തന്റെ സന്താനങ്ങൾ അല്ല, ലോകത്ത് മറ്റാരെക്കാളും എന്തിനധികം സ്വന്തം ശരീരത്തെക്കാൾ വരെ ഒരു മനുഷ്യൻ എപ്പോഴാണോ അള്ളാഹിന്റെ റസൂലിനോട് താല്പര്യമുണ്ടാകുന്നത് ആ സമയത്ത് മാത്രമേ അവൻ യഥാർത്ഥ വിശ്വാസിയാവാൻ സാധിക്കുകയുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ, 3 സ്വഭാവങ്ങൾ ഒരു മനുഷ്യനിലുണ്ടെങ്കിൽ വിശ്വാസത്തിന്റെ മധുരം അവൻ അനുഭവപ്പെടും. വിശ്വാസത്തിന്റെ മാധുര്യം അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ 3 സ്വഭാവം ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒന്നാമത്തേത് തന്നെ നബി തങ്ങൾ പഠിപ്പിക്കുന്നത്, അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, അള്ളാഹുവും അവന്റെ റസൂലും മറ്റെല്ലാത്തിനേക്കാളും അവന് പ്രിയപ്പെട്ടതായി മാറണം. ഏറ്റവും വലിയ ഇഷ്ടം അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമാകണം. അതെപ്പോഴാണോ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ആ സമയത്ത് മാത്രമേ വിശ്വാസത്തിന്റെ മധുരം അവൻ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം, വഅയ്യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്, പടച്ച തമ്പുരാന്റെ ഇഷ്ടത്തിനും അവന്റെ താല്പര്യത്തിനും വേണ്ടി മാത്രം മനുഷ്യരോടുള്ള സ്നേഹം അവൻ ഉണ്ടാക്കിയെടുക്കണം. റബ്ബ് ഇഷ്ടപ്പെടുന്ന സ്വഭാവങ്ങളും ജീവിത രീതിയും ഒരാളിലുണ്ട് എന്നതിന്റെ പേരിൽ, തന്റെ വ്യക്തിപരമായ നേട്ടങ്ങളുടെ പേരിലല്ല, തനിക്കു കിട്ടിയ വ്യക്തിപരമായിട്ടുള്ള സംഭാവനകളുടെ പേരിലല്ല, അല്ലെങ്കിൽ താൻ ഇഷ്ടപ്പെടുന്ന ആശയത്തിന്റെ കൂടെ അയാൾ നിൽക്കുന്നു എന്നതിന്റെ പേരിലല്ല, പടച്ച റബ്ബ് പൊരുത്തപ്പെടുന്ന ഒരുപാട് സ്വഭാവ വൈശിഷ്ട്യത്തിന്റെ ഉടമയാണ് ആ വ്യക്തി എന്ന് മനസ്സിലാക്കിയതിന്റെ പേരിൽ ഒരു മനുഷ്യനോട് നമുക്ക് ഇഷ്ടം തോന്നിയാൽ അത് വിശ്വാസത്തിന്റെ മധുരം അനുഭവിക്കാൻ സാധിക്കുന്ന ഘടകമാണ്. മൂന്നാമത്തേത് റസൂലുള്ള പറയുന്നു, തീയിലേക്ക് എടുത്തെറിയപ്പെടുന്നതിന് ഏതു വിധത്തിലാണോ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ വെറുക്കുന്നതെങ്കിൽ എന്നെ പിടിച്ച് തീക്കുണ്ടാരത്തിലേക്ക് എറിയുന്നത് ഞാൻ ഇഷ്ടപ്പെടില്ല, കത്തിക്കരിയാൻ ഞാൻ ആഗ്രഹിക്കില്ല, അതിനോട് നിങ്ങൾക്ക് എത്രമാത്രം വെറുപ്പുണ്ടോ അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാളേറെ കുഫറിലേക്ക് അവിശ്വാസത്തിലേക്ക് മടങ്ങിപ്പോവുക എന്ന അവസ്ഥയോട് മനസ്സിൽ വെറുപ്പും അഥവാ ഈമാനിന്റെ സംരക്ഷണം, വിശ്വാസത്തിന്റെ സംരക്ഷണം അത് തന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി ഒരു മനുഷ്യൻ കാണുന്നുവെങ്കിൽ
ആ കാണുന്ന സ്വഭാവവും വിശ്വാസത്തിന്റെ മധുരം അനുഭവിക്കാൻ ഒരാൾക്ക് യോഗ്യത നേടിക്കൊടുക്കുമെന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചപ്പോ നമ്മൾ കാണുന്നു അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ ഉമ്മത്തിനെ അറിയിക്കുകയാണ്, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും മറ്റെല്ലാത്തിനേക്കാളും ഇഷ്ടം വരുമ്പോഴാണ് വിശ്വാസത്തിന്റെ രസം എന്താണെന്ന്, അതിന്റെ ടേസ്റ്റ് എന്താണെന്ന് ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. നോക്കൂ നിങ്ങൾ, ഇങ്ങനെയുള്ള ഹബീബ് റസൂലുള്ളാനെ സ്നേഹിക്കണോ വേണ്ടേ എന്നാരും തർക്കിക്കില്ല. സ്നേഹിക്കണമെന്ന് തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത്. പക്ഷെ എങ്ങനെയൊക്കെ മുത്തുനബിയെ സ്നേഹിക്കണം? നമുക്ക് പറയാനുള്ളത് അള്ളാന്റെ റസൂലിനോടുള്ള വളരെ വൈകാരികമായ ഒരു താല്പര്യം തന്നെ, ഒരു ഭ്രാന്തമായ ഇഷ്ടം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമ്മുടെ മനസ്സിൽ വരുമ്പോഴാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അളവിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കുന്നത് എന്നതാണ്. നമ്മുടെ നാട്ടിൽ ചിലരൊക്കെ പറയും റസൂലുള്ളാഹിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസൂല് പറഞ്ഞതുപോലെ ജീവിക്കലാണ്, മറ്റൊന്നുമല്ല. അതുകൊണ്ട് നിങ്ങൾ നബിദിനാഘോഷം ഒന്നും നടത്താൻ പാടില്ല, കാരണം അള്ളാന്റെ റസൂല് നബിദിനാഘോഷം നടത്തിയിട്ടില്ല. അതേപോലെ തന്നെ ഉത്തമ നൂറ്റാണ്ടുകാരെ നടത്തിയിട്ടില്ല. ആ ഭാഗത്തേക്ക് ഞാനിപ്പോ കൂടുതലായിട്ട് കടന്നു പോകുന്നില്ല. അവരാരും നടത്തിയിട്ടില്ല. റസൂലുള്ള പറഞ്ഞ പോലെ ജീവിക്കലാണ് സ്നേഹം. അതൊന്നും ചെയ്യൂല, നിസ്കരിക്കൂല, നോമ്പെടുക്കൂല, ഹജ്ജും ചെയ്യൂല, സക്കാത്തും കൊടുക്കൂല, കള്ളും കുടിക്കും, തോന്നിയാസങ്ങളൊക്കെ ചെയ്യും. എല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം റബീഉൽ അവ്വൽ 12 ഒരു പോത്തിനെ വറുത്ത് അന്നൊരു ജാഥയിലും കൂടിയാൽ അതൊരു സ്നേഹമാണെന്ന് പറയുന്നത് എന്താണ് കൂട്ടരെ എന്ന് ചിലരെങ്കിലും ചോദിക്കാറുണ്ട്. ആ ചോദിക്കുന്ന എല്ലാ ആളുകളോടും വിനീതമായി നമുക്ക് പറയാനുള്ളത്, അള്ളാഹുവിന്റെ ഹബീബിനോട് അല്ല, ലോകത്ത് എന്തിനോടെങ്കിലും ഒരാൾക്കൊരു ഇഷ്ടം തോന്നിയാൽ ആ ഇഷ്ടം പ്രകടിപ്പിക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് അയാൾ തീരുമാനിക്കും. ആ തീരുമാനം മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഇസ്ലാം വെറുക്കുന്ന ശൈലിയിലാണെങ്കിൽ അതിനെ റിജക്ട് ചെയ്യാനും അതിനെ തള്ളിക്കളയാനും നാം നിർബന്ധിതരാണ്. അതേസമയത്ത് ഇസ്ലാം അനുകൂലിക്കുന്ന, ഇസ്ലാം അംഗീകരിക്കുന്ന വിധത്തിലുള്ള ഏതു കാര്യം കൊണ്ട് ആ സ്നേഹം പ്രകടിപ്പിച്ചാലും ആ പ്രകടിപ്പിക്കുന്നതൊക്കെയും ആക്സെപ്റ്റബിൾ ആണെന്ന് ബഹുമാനപ്പെട്ട സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ നിങ്ങൾ, അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മനസ്സിന്റെ ഉള്ളിൽ അടങ്ങാത്ത അഭിനിവേശവും താല്പര്യവും സഹാബത്തിന്റെ മനസ്സിലുണ്ടായപ്പോ അതെങ്ങനെയൊക്കെയാണ് അവർ പ്രകടിപ്പിച്ചത്? ഒരു ചെറിയ ഉദാഹരണം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. മഹാനായ സഹാബിമാരിൽപ്പെട്ട ഒരു സഹാബി അള്ളാന്റെ റസൂലിന്റെ സദസ്സിൽ ഇങ്ങനെ മൂടിയായിട്ടിരിക്കുന്നത് കണ്ടപ്പോ ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു അൻഹു എന്ന സഹാബി മൂടിയായി റസൂലുള്ളാഹിന്റെ സദസ്സിൽ ഇരിക്കുന്നു. നബി തങ്ങൾ ചോദിച്ചു, മാലി അറാക മഹ്സൂന യാ സൗബാൻ, സൗബാനെ നിന്നെ എന്താ വല്ലാതെ വിഷമിച്ചിരിക്കുന്നതായിട്ട്, ദുഃഖിതനായിട്ട് കാണുന്നതിന്റെ കാരണം എന്താണ്? ഹബീബ് റസൂലുള്ളാഹിയെ ജീവനക്കാളേറെ സ്നേഹിക്കുന്ന സൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉത്തരം വന്നു, നബിയെ, എനിക്ക് വീട്ടിലേക്കൊന്ന് പോയി തങ്ങളുടെ ഈ പ്രശോഭിതമായ മുഖം കാണാത്ത ഒരു 10 സെക്കൻഡുകൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ അപ്പൊ വന്നൊന്ന് തങ്ങളെ കാണണം, അപ്പോഴേ എന്റെ മനസ്സിന് സമാധാനം കിട്ടുന്നുള്ളൂ. തങ്ങളെ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഈ ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യം ഞാൻ അനുഭവിക്കുകയാണ്. തങ്ങളുടെ സാമീപ്യം, തങ്ങളുടെ സാന്നിധ്യം, തങ്ങളുടെ പ്രസൻസ്, അതൊക്കെ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ എൻജോയ്മെന്റിനുള്ള മാർഗമായി ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് പോയി കുടുംബത്തോടും കുട്ടികളോടും ഒക്കെ ഒപ്പം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടക്ക് ഒരല്പസമയം കഴിയുമ്പോൾ തങ്ങളെ ഒന്ന് കാണാൻ പൂതി തോന്നുമ്പോൾ ചുമ്മാ ഒന്ന് വന്ന് തങ്ങളുടെ മുഖത്തേക്കൊന്ന് നോക്കി തിരിച്ചുപോയാൽ എനിക്കൊരാശ്വാസമാണ്. പക്ഷേ എന്നെ ദുഃഖിപ്പിക്കുന്നത് അതല്ല. അങ്ങനെ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വിചാരിക്കുമ്പോഴൊക്കെ കാണുന്ന എനിക്ക് ഈ ലോകത്തുനിന്ന് തങ്ങളും ഞാനുമായി മരണം കൊണ്ട് വേർപിരിഞ്ഞാൽ, ആ വേർപിരിഞ്ഞതിന് ശേഷം ഖബറാകുന്ന കല്ലറക്കുള്ളിൽ ഞാൻ കിടക്കുമ്പോഴും അതിനുശേഷം മഹ്ശർ ജീവിതത്തിലേക്ക് കടന്നു വന്ന് സ്വർഗത്തിലേക്ക് എത്തിയാൽ തന്നെയും തങ്ങളും ഞാനും വളരെ ദൂരപ്പെട്ട 2 സ്ഥലങ്ങളിലായിരിക്കുമല്ലോ ഉണ്ടാകുന്നത്. ഹബീബായ റസൂലിനെ കൺകുളിർക്ക കാണാൻ സാധിക്കാത്ത ഏതിടത്ത് ഞാൻ കഴിഞ്ഞാലും എനിക്കൊരിക്കലും തന്നെ സന്തോഷമുണ്ടാകുന്നില്ല, അതേപോലെ എനിക്ക് സമാധാനമുണ്ടാകില്ല. അതിനെന്താണ് വഴിയെന്ന് ആലോചിച്ചപ്പോ തങ്ങളും ഞാനും പിരിയൽ നിർബന്ധമാണല്ലോ എന്ന് ചിന്തിച്ചപ്പോ എനിക്ക് വല്ലാതെ വിഷമം തോന്നുന്നു, സങ്കടം തോന്നുന്നു. അതിന് പരിഹാരവും ഉത്തരവും കിട്ടാതെ എന്റെ മനസ്സ് സമാധാനിക്കില്ല എന്ന് പറഞ്ഞു. ഹബീബ് റസൂലുള്ള എന്താണ് ഈ സൗബാനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയേണ്ടതെന്ന് അല്പസമയം ആലോചിച്ചിരിക്കുമ്പോഴേക്ക് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വഹയുമായി കടന്നു വരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറയുന്നു, അല്ലയോ നബിയെ, പടച്ച റബ്ബ് പറയുന്നു, അമൻ യുതിഇല്ലാഹ വർ റസൂൽ
റസൂല, ആരെങ്കിലും അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അവർ അല്ലാഹു തആല അനുഗ്രഹം ചെയ്തവരുടെ കൂടെയാണ്. മിനൻ നബിയീന, പടച്ച റബ്ബ് അനുഗ്രഹം ചെയ്തവർ നബിമാരും, വസ്സിദ്ദീഖീന, ഓരോ പ്രവാചകന്റെയും അനുയായികളുടെ കൂട്ടത്തിൽ നിന്ന് പ്രവാചകാധ്യാപനങ്ങളോട് 100% കൂറു പുലർത്തി മുന്നോട്ട് പോകുന്ന പ്രവാചകൻ എന്തു പറഞ്ഞാലും അതങ്ങനെ തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ സന്മനസ്സുള്ള ആളുകളും, അതേപോലെ വശുഹദായി, രക്തസാക്ഷികളും, വസ്സാലിഹീൻ, സൽക്കർമ്മങ്ങളുടെ ആധിക്യം കൊണ്ട് ജീവിതത്തിൽ തിന്മകൾക്ക് പ്രസക്തിയില്ലാതാക്കി സൗഭാഗ്യപരമായ ജീവിതം നയിച്ച് മുന്നോട്ട് പോയ നല്ലവരും ആ ആളുകളുടെ കൂടെയായിരിക്കും അവൻ. വഹസുന ഉലൈക റഫീഖാ, ആ കൂട്ടുകാർ അവർ ഏറ്റവും നല്ല കൂട്ടുകാരാണ്. നബിമാരും സിദ്ദീഖുകളും ശുഹദാക്കളും സാലിഹീങ്ങളും ഈ 4 കാറ്റഗറിയിൽപ്പെട്ട ആളുകളെ കൂട്ടുകാരായി കിട്ടുന്നവൻ ഏറ്റവും നല്ല കൂട്ടുകാരെ സമ്പാദിച്ചവനാണ് എന്ന ആയത്ത് പരിശുദ്ധ ഖുർആനിൽ ഇറക്കിക്കൊണ്ട് സൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ സന്ദേഹത്തിന്റെ മറുപടി ബഹുമാനപ്പെട്ട ഖുർആനിൽ അല്ലാഹു അവതരിപ്പിച്ചു. ഈ ആയത്തങ്ങിറങ്ങിയപ്പോ സഹാബത്തിന്റെ ഒക്കെ മനസ്സിൽ വല്ലാത്ത സന്തോഷം, വലിയ പെരുന്നാളിന് പപ്പടം പൊരിച്ചതുപോലത്തെ ഒരു സന്തോഷം ബഹുമാനപ്പെട്ട സഹാബികൾക്ക് അനുഭവപ്പെടുന്നു. കാരണം ഞങ്ങൾ അള്ളാഹിനെ അനുസരിക്കുന്നുണ്ട്, അള്ളാഹിന്റെ ഹബീബിനെ അനുസരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹബീബിന്റെ കൂടെ ചങ്ങാതിയായി സ്വർഗലോകത്ത് താമസിക്കാനുള്ള സൗഭാഗ്യം കൊണ്ട് റബ്ബ് ഞങ്ങളെ അനുഗ്രഹിക്കാതിരിക്കില്ല എന്ന ഏറ്റവും നല്ല ഒരു സന്തോഷത്തിന്റെ വാർത്ത, ഏറ്റവും വലിയൊരു ഗുഡ് ന്യൂസായി ബഹുമാനപ്പെട്ട സഹാബത്ത് ഈ ആയത്തിനെ കാണുന്നു. നാം സൂചിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട സഹാബത്ത് റസൂലുള്ളാഹിനെ സ്നേഹിച്ചപ്പോ ആ നബിതങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചതിന്റെ റൂട്ട്, ആ റൂട്ടിന്റെ കൂട്ടത്തിൽ ഒരു ഘടകം പടച്ചോനെ ഹബീബില്ലാത്ത, ഹബീബിന്റെ പ്രസൻസ് ഇല്ലാത്ത, ഹബീബുമായി ബന്ധപ്പെട്ട് നടക്കാൻ കഴിയാത്ത ഒരു സെക്കൻഡിനെ കുറിച്ചും ആലോചിക്കാൻ സാധിക്കുന്നില്ല എന്ന കാഴ്ചപ്പാടാണ്. എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് ഭൗതിക ലോകത്ത് റസൂലുള്ളാഹിന്റെ കൂടെ കഴിയാനുള്ള സൗഭാഗ്യം, ആ നിലക്ക് സ്നേഹം പ്രകടിപ്പിക്കാനുള്ള സൗഭാഗ്യം എന്തായാലും നമുക്കില്ലാതെ പോയി. പക്ഷേ നമ്മുടെ മനസ്സിൽ എപ്പോഴും അള്ളാഹിന്റെ ഹബീബിന് ഏറ്റവും വലിയ രാജകുമാരന്റെ പവറോടുകൂടെ കഴിയാനുള്ള അവസ്ഥ നമ്മുടെ മനസ്സിൽ ഒരു ഇടം നമ്മൾ കൊടുത്തിട്ടുണ്ടോ? അതാണ് സ്നേഹത്തിന്റെ ഏറ്റവും ഉയർന്ന അളവ്. ഈ സ്നേഹത്തിന്റെ ഉയർന്ന അളവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഹബീബ് റസൂലുള്ളാഹിന്റെ ഉന്നതമായ വ്യക്തിത്വം, അത് നമ്മൾ മനസ്സിലാക്കുക എന്നതാണ്. അതിനനുസരിച്ച് റസൂലുള്ളാഹിനോട് കൽബിൽ മതിപ്പ് തോന്നുക എന്നതാണ്. ആ മതിപ്പ് കൽബിൽ എത്രത്തോളം തോന്നുന്നുവോ അതിനനുസരിച്ചാണ് ഇഷ്ടത്തിന്റെ വർധനവുണ്ടാകുന്നത്. ആരോടും നമുക്ക് താല്പര്യം വരണമെങ്കിൽ ആ ഇഷ്ടം തോന്നുന്ന ഇഷ്ടഭാജനത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ മതിപ്പുണ്ടാവണം. അയാൾ ഒന്നിനും കൊള്ളാത്ത 7ാം കൂലിയാണെന്ന് ആരെക്കുറിച്ചെങ്കിലും നമ്മുടെ മനസ്സിൽ കാഴ്ചപ്പാടുണ്ടെങ്കിൽ അയാളെ സ്നേഹിക്കാൻ ഒരിക്കലും തന്നെ ബുദ്ധിയുള്ള മനുഷ്യനെ കൊണ്ട് പറ്റില്ല. അപ്പൊ നമുക്കൊരാളോട് ഇഷ്ടം വരണമെങ്കിൽ, ഒരാളോട് സ്നേഹം തോന്നണമെങ്കിൽ ആ ആളുടെ ഉന്നതമായ വ്യക്തിത്വം, അദ്ദേഹത്തിലുള്ള ഗുണങ്ങൾ, അതൊക്കെയും നമ്മുടെ മനസ്സിൽ എപ്പോഴും രൂഢമൂലമായി നിൽക്കുന്നുവോ അപ്പോഴേ സ്നേഹത്തിന്റെ വില മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ നിങ്ങൾ കാണേണ്ടത്, അല്ലെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത്, ഹബീബ് റസൂലുള്ളാഹിനെ നമ്മൾ സ്നേഹിക്കുക എന്ന് പറഞ്ഞതിന്റെ ഏറ്റവും ഉയർന്ന അർത്ഥതലം എന്ന് പറയുന്നത് അള്ളാഹിന്റെ ഹബീബിന്റെ പവറും അവിടുത്തെ ഉന്നതമായ വ്യക്തിത്വവും അത് നമ്മുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുക എന്നതാണ്. നമ്മുടെ നാട്ടിലൊക്കെ ചില സുഹൃത്തുക്കൾ ചിന്തയില്ലാത്തതിന്റെ പേരിൽ പറയുന്ന വാക്കുകളുടെ ഗൗരവം എന്താണെന്ന് ആലോചിക്കാത്തതിന്റെ പേരിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സാധാരണക്കാരൻ എന്ന് പ്രയോഗിക്കാറുണ്ട്. 40 വയസ്സായപ്പോൾ പ്രവാചകത്വം ലഭിച്ചു എന്നതൊഴിച്ചാൽ ബാക്കിയുള്ള വിഷയങ്ങളിലൊക്കെ സാധാരണ കണ്ണും സാധാരണ കാതും സാധാരണ പ്രകൃതിയുമുള്ള ഒരാളായിരുന്നു മുഹമ്മദ് നബി എന്ന് പ്രചരിപ്പിക്കുന്ന ആളുകൾ ഇസ്ലാമിന്റെ പേരിൽ തന്നെ ലോകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവരെക്കുറിച്ച് കൂടുതലായി ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നില്ല. പക്ഷേ ഒറ്റ വാക്ക് പറയാതിരിക്കാനും കഴിയില്ല. ഹബീബ് റസൂലുള്ളാഹിനോട് നമുക്ക് ഇഷ്ടമുണ്ടാകുമ്പോൾ റസൂലുള്ളാഹിനെ ഇകഴ്ത്തുന്നവരോട് വെറുപ്പ് തോന്നുക എന്നത് സ്വാഭാവികമായി നമ്മിൽ നിന്നുണ്ടാകേണ്ട ഒരു സംഗതിയാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അതാ തന്റെ പിതാവ് അബൂ ഖുഹാഫക്ക് വല്ലാത്ത രോഗം വന്നൊരു സമയത്ത് ബഹുമാനപ്പെട്ട നബിതങ്ങൾ വുളൂ ചെയ്ത വെള്ളത്തിന്റെ കുറച്ച് ബാക്കിയുമായി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ചരിത്രത്തിലെ ഏറ്റവും വലിയ സമാധാനപ്രിയൻ, എന്ത് തന്നെ വന്നാലും ഒരു കവിളത്തടിച്ചാൽ മറ്റേ കവിള് കൂടി കാണിച്ചു കൊടുക്കാനും തന്റെ കയ്യിന് വേദനയായോ അനിയാ എന്ന് ചോദിക്കാനും വരെ സന്മനസ്സുള്ള അത്രയും വലിയ സമാധാനത്തിന്റെ ദൂതുമായി ലോകത്ത് ജീവിച്ച
സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒരു സമയത്ത് തന്റെ ഉപ്പ അബൂ ഖുഹാഫക്ക് പനി വന്നപ്പോ റസൂലുള്ള ഉപയോഗിച്ച വുളു ചെയ്ത വെള്ളത്തിന്റെ ഒരല്പം തബറുക്ക് ബാക്കിയുമായി, അതാണ് തബറുക്ക് വിതരണം എന്നൊക്കെ നമ്മളെന്നൊക്കെ കേൾക്കല്ലേ, ആ കേൾക്കണ സംഗതി അത് അന്നേ സഹാബത്തിന്റെ ഇടയിലുള്ള സംഗതിയാണ്. ആ റസൂലുള്ള ഉപയോഗിച്ച വെള്ളത്തിന്റെ കുറച്ച് ബാക്കിയായിട്ട് അബൂ ഖുഹാഫന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു. വാപ്പ വിശ്വസിച്ചിട്ടില്ല, അന്ന് ഭയങ്കര എതിരാളിയാ റസൂലുള്ളാന്റെ. എന്നാലും ശരി, നിങ്ങൾക്കിപ്പോ പനിയല്ലേ, ഇതൊരു മരുന്ന് എന്നുള്ള നിലക്ക് ഇത് നിങ്ങൾ കുടിച്ചോളി, അള്ളാന്റെ റസൂൽ ഒന്നുകൊടുത്ത വെള്ളത്തിന്റെ ബാക്കിയാണ് പറഞ്ഞു. അബൂ ഖുഹാഫയുടെ മറുപടി, നിന്റെ ഉമ്മ മൂത്രമൊഴിച്ചാ മൂത്രം തന്നാ വേണമെങ്കിൽ ഞാൻ കുടിച്ചോളാം, എന്നാലും ആ വെള്ളം ഞാൻ തൊടൂല. പറഞ്ഞു തീരുമ്പോ തന്നെ അബൂ ഖുഹാഫയാകുന്ന പിതാവിനോട് കുറച്ച് മോശമായ ശൈലിയിൽ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ പെരുമാറിയിട്ട് ആ വിവരം ഹബീബിന്റെ അടുത്ത് റസൂലുള്ളാന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു. അപ്പൊ അള്ളാന്റെ ഹബീബ് പറഞ്ഞു, എന്തിനെ സിദ്ദീഖ് അങ്ങനെയൊക്കെ ചെയ്തത്, എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് വെച്ചപ്പോ അപ്പന്റെ കയ്യിൽ വാളുണ്ടായെന്ന് വെച്ചെങ്കിൽ മൂപ്പരെ തല ഞാൻ വെട്ടിയിരുന്നു എന്നാ സിദ്ദീഖുൽ അക്ബറിന്റെ വർത്താനം. ആലോചിക്കണം നമ്മള്, ഇത് സ്നേഹാണ്, ആദരവാണ്, ഇഷ്ടാണ് എന്ന് പറഞ്ഞാൽ തന്നെക്കാളേറെ ഇഷ്ടം റസൂലുള്ളാനോട് വന്നപ്പോ റസൂലുള്ള ഇകഴ്ത്തപ്പെടുന്ന ഒരു സാഹചര്യവും ബഹുമാനപ്പെട്ട സഹാബത്ത് പൊരുത്തപ്പെട്ടിട്ടില്ല. അതുകൊണ്ടല്ലേ അബൂ ഉബൈദ് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ നമുക്ക് അറിയില്ലേ, ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് അള്ളാന്റെ റസൂലിന്റെ സഹാബികളിൽ ഏറ്റവും പവറുള്ള സഹാബികളിൽപ്പെട്ട ഒരാൾ അബൂ ഉബൈദ. ഇന്ന ലികുല്ലി ഉമ്മത്തിൻ അമീനൻ വഅമീനു ഹാദിഹിൽ ഉമ്മത്തി അബൂ ഉബൈദ് ബിനുൽ ജറാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ സമുദായത്തിനും ആ സമുദായത്തിന്റെ ഏറ്റവും വിശ്വസ്തനായ ഒരു സേവകനുണ്ടാകും. എന്നാൽ ഈ ഉമ്മത്തിന്റെ വിശ്വസ്തനായ ആള് എന്ന് പറയുന്നത്, കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാൻ പറ്റിയ ആള് എന്ന് പറയുന്നത് അബൂ ഉബൈദയാണ്. ആ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ബദറിൽ ബാപ്പയായ ജറാഹ് മറുഭാഗത്ത്, രണ്ടാളും രണ്ട് ഗ്രൂപ്പിൽ നിൽക്കുന്ന ആൾക്കാർ മുഖാമുഖം വരികയാണ്. എന്തൊക്കെ വന്നാലും ശരി ബാപ്പാനെ കൊന്നു എന്നുള്ളൊരു ദുഷ്പേര് വേണ്ട എന്നുള്ള നിലക്ക് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഈ ബാപ്പ വരുന്നിടത്തുനിന്നൊക്കെ മാറിപ്പോകും. അപ്പൊ മകന്റെ ആത്മവീര്യം തകർക്കാൻ വേണ്ടി മകന്റെ പൾസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ബാപ്പ എവിടെയാണെങ്കിലും മകന്റെ മുന്നിലേ ചെന്നുപെടും, സമ്മതിക്കൂല. അവസാനം അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു തലങ്ങിട്ടെടുത്തു, വാപ്പാന്റെ തലയെടുത്ത് റസൂലുള്ളാന്റെ മുമ്പ് ചെന്നു. നബി തങ്ങളുടെ മുമ്പിലെത്തിയപ്പോ അള്ളാന്റെ റസൂല് എന്തിന്റെ പേരിലായാലും ശരി അരുതായ്മയാണെന്ന് തോന്നുന്ന അല്ലെങ്കിൽ അനൗചിത്യമുള്ളതാണെന്ന് തോന്നുന്ന ഒന്നിനെയും റസൂലുള്ള സപ്പോർട്ട് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണെങ്കിലും ശരി ഉപ്പാന്റെ തലയെടുത്ത് വന്ന ഈ സഹാബിയെ സ്വീകരിക്കാൻ അള്ളാന്റെ ഹബീബിന്റെ മനസ്സ് മടിച്ചു. നബി തങ്ങളുടെ മുഖത്ത് സന്തോഷത്തിന് പകരം ഏറ്റവും വലിയ വിഷമവും ദുഃഖവും നേളിക്കുന്നത് കണ്ടപ്പോ, പടച്ചവനെ, ഉപ്പാന്റെ തലയെറുത്ത വെറുക്കപ്പെട്ടവനെന്ന ആ ദുഷ്പേരിനൊപ്പം റസൂലുള്ളാന്റെ ഇഷ്ടക്കേടുകൂടി സമ്പാദിക്കേണ്ടി വന്നോ എന്ന ബേജാറുകൊണ്ട് ബഹുമാനപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു വല്ലാതാകുമ്പോ, താനിങ്ങനെ നിന്നുരുകുമ്പോ, വേദന കൊണ്ട് തന്റെ മനസ്സിങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം വിശുദ്ധ ഖുർആനിൽ ആയത്തിറക്കി, ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിനെ കൊണ്ടും അന്ത്യനാൾ കൊണ്ടും വിശ്വസിക്കുന്ന ഒരു സഞ്ചയത്തെ, ഒരു സമൂഹത്തെ നബിയെ തങ്ങൾക്ക് കാണാനാവില്ല. യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലാ, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും ശാസ്ത്രവും പ്രഖ്യാപിച്ച നബി തങ്ങളെ ശത്രുപക്ഷത്ത് നിലയുറപ്പിച്ച ഒരാളോട് ഇഷ്ടം കാണിക്കുന്നവരായിട്ട് കാണാൻ തങ്ങൾക്ക് കഴിയില്ല നബിയെ. വലൗകാനു ആബാഅഹും, അതവരുടെ പിതാക്കളാണെങ്കിൽ പോലും, അതേപോലെ വബ്നാഅഹും അല്ലെങ്കിൽ മക്കളാണെങ്കിൽ പോലും, കുടുംബക്കാരാണെങ്കിൽ പോലും, ആരാണെങ്കിലും ശരി അള്ളാന്റെ ഹബീബിന്റെ എതിർപക്ഷത്ത് നിലയുറപ്പിച്ച ഒരാളോട് മനസ്സിന്റെ ഉള്ളിൽ ഇഷ്ടം കൊണ്ട് നടക്കുന്നവരായി പടച്ചവനിൽ വിശ്വസിക്കുന്ന, അന്ത്യനാളിൽ വിശ്വസിക്കുന്ന ഒരൊറ്റ മനുഷ്യനെയും തങ്ങൾക്ക് കാണാനാവില്ലെന്ന് ആയത്തിറക്കിയെന്ന് മാത്രമല്ല, പടച്ച തമ്പുരാൻ അവരുടെ മനസ്സിൽ സമാധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അംശങ്ങൾ ഇട്ടുകൊടുത്തിട്ടുണ്ടെന്നും, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന ആരാമങ്ങളിലുള്ള താമസം കൊണ്ട് പടച്ച റബ്ബ് അവരെ അനുഗ്രഹിക്കുമെന്നും പോലും പടച്ച റബ്ബ് ആ വിഭാഗത്തെക്കുറിച്ച് പ്രശംസിച്ച് ഖുർആനിൽ പറഞ്ഞപ്പോഴാണ് അള്ളാന്റെ റസൂല് അബൂ ഉബൈദയുടെ പ്രവർത്തനം ഇഷ്ടപ്പെട്ടത്. ഞാനിവിടെ സൂചിപ്പിക്കുന്നത് എന്താണ്, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പിതാവിന്റെ തലയെടുത്ത് വന്നിട്ട് അതിന് കാരണം പറഞ്ഞത് എന്താണ്? അതാ എന്റെ ഉപ്പാന്റെ മുന്നിൽ നിന്ന്
നിന്ന് ഉപ്പയും ഞാനും നേരിട്ടുള്ള ഒരു ഫൈറ്റിംഗ് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ആവത് ശ്രമിച്ചു നോക്കി. പക്ഷേ എന്റെ ഉപ്പ പിന്നെയും എന്റെ മുന്നിലേക്ക് എന്നെ വന്നുപെട്ടു. അവസാനം ഉപ്പ എന്ന കാഴ്ചപ്പാട് മാറ്റിവെച്ച് ശിർക്കിന്റെ ഒരു പ്രതീകത്തെ തലയെടുക്കുന്നു എന്ന നിലക്ക് ഞാൻ എന്റെ ഉപ്പാന്റെ തലയെടുത്തു വന്നതാണ്. അത് പടച്ച റബ്ബ് അതാ ആകാശത്ത് നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനെ അയച്ചുകൊണ്ട് ഞാൻ ആ ചെയ്ത പ്രവർത്തനം സ്ഥിരീകരിച്ചും സത്യമാണെന്ന് അംഗീകരിച്ചും കൊണ്ട് അല്ലാഹു തആല ഖുർആനിൽ ആയത്തിറക്കുമ്പോൾ അതെന്തൊരു വലിയ സന്തോഷത്തിന്റെ സന്ദർഭമാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട സ്വഹാബത്തിന്റെ മനസ്ഥിതിയാണ്, അവരുടെ ആറ്റിറ്റ്യൂഡാണ്. എന്ത് ഹബീബ് റസൂലുള്ള പൊരുത്തപ്പെടാത്ത നബിതങ്ങളുടെ മഹത്വത്തെ ഇകഴ്ത്തുന്ന ഒരു ശ്രമം എവിടെ നിന്നുണ്ടായാലും സഹാബത്ത് സഹിക്കില്ല. അത് സ്നേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇനി നിങ്ങൾ നോക്ക്, നമ്മക്കും അങ്ങനെ തന്നെയല്ലേ? സംഗതി എന്തൊക്കെയാണെങ്കിലും ശരി, നമ്മുടെ ഉപ്പാനോട് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഇഷ്ടമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉമ്മാനോട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, ഉപ്പ ഒരു പക്ഷേ കള്ളുകുടിയനായിരിക്കാം. അല്ലാഹു നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് അവന്റെ താഴത്തിലായി നൽകുമാറാവട്ടെ. ഒരു പക്ഷേ ഉപ്പ മോശമായ പ്രവർത്തനങ്ങൾ നടത്തുന്നവനാണെങ്കിൽ പോലും ആ ഉപ്പാനെ സംബന്ധിച്ച് പരസ്യമായിട്ട് റോട്ടിൽ നിന്നിട്ട് ആരെങ്കിലും മോശമായിട്ട് വല്ലതും പറഞ്ഞാൽ ഇഷ്ടമുള്ള മകന് പൊള്ളൂലേ? അതിന് നമ്മൾ ന്യായത്തോതണ്ടോ? അതിന് തെളിവ് ഓതണ്ടയില്ല അല്ലേ? ഇഷ്ടമുള്ള മകന് പൊള്ളും. എന്തേക്ക സംഗതി? അതാണ് ഈ ഇഷ്ടം എന്ന് പറഞ്ഞ്. അവിടേക്ക് നമ്മൾ എത്തിയോ? എന്നാൽ ആ മുത്ത് റസൂലിനോട് നമുക്ക് ഇഷ്ടം ഉണ്ടാവുക, മനസ്സിലായില്ലേ? ആ പരുവത്തിലേക്ക് നമ്മൾ എത്തിയിരുന്നു. ഇത് ഓരോരുത്തരിലും പ്രാക്ടിക്കലാക്കാൻ, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും പരിശോധിക്കാൻ പറ്റിയിട്ടുള്ള അടയാളമാണ് ഞാൻ പറയുന്നത്. ഇതിന് വേറെ എങ്ങോട്ടും തെളിവ് തേടി പോകേണ്ടതില്ല. റസൂലുള്ളാഹിനോടാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമെങ്കിൽ ആ നബിതങ്ങൾ ഈ തങ്ങളെക്കുറിച്ച്, നബിതങ്ങളെ കൊച്ചാക്കുന്ന, തങ്ങളെ ഇകഴ്ത്തുന്ന ഏതെങ്കിലും ഒരു പരാമർശം എവിടെ നിന്നെങ്കിലും കേട്ടാൽ ആ കേൾക്കുന്ന പരാമർശത്തോട് ധാർമ്മികമായ രോഷം, അത് പരാമർശിച്ച ആളോട് മനസ്സിന്റെ ഉള്ളിലുള്ള വിദ്വേഷം, വെറുപ്പ് നമുക്ക് വരുന്നുണ്ടോ? വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ റസൂലുള്ളാഹിനോട് നമുക്ക് നല്ല ഇഷ്ടമുണ്ട്. വരുന്നില്ലെങ്കിലോ, ആരെങ്കിലും എന്തേലും പറഞ്ഞോട്ടെ എന്നാണെങ്കിലോ, എന്നാ നമുക്ക് ഉറപ്പാ നമുക്ക് റസൂലുള്ളാഹിനോട് ഒരു താല്പര്യമല്ല. കേട്ടില്ലെങ്കിൽ അതാണ് ഇഷ്ടത്തിന്റെ മനഃശാസ്ത്രം, സ്നേഹത്തിന്റെ മനഃശാസ്ത്രം അതാണ്. നിങ്ങൾ കണ്ടോ, ഹബീബ് റസൂലുള്ളാഹിനെ ഇപ്പൊ കൊച്ചാക്കി കാണിക്കാൻ എത്ര ആളുകൾ ശ്രമിക്കുന്നു. നമുക്ക് വല്ല ബേജാറുണ്ടോ? ആ സമയത്ത് നമ്മളാരെങ്കിലും കൊച്ചാക്കിയാലോ? എന്നെപ്പറ്റി മോശമാക്കിയിട്ട് പേഴ്സണലായി എന്നെ ചീത്ത പറഞ്ഞുകൊണ്ട് ആരെങ്കിലും വന്നാൽ ആ ചീത്ത പറഞ്ഞ ആളോട് എനിക്ക് വെറുപ്പ്, എനിക്ക് വിഷമം. അതേ സമയത്ത് അള്ളാഹിന്റെ റസൂലിനെ പരസ്യമായിട്ട് ചീത്ത പറയണ്. ആരാ ചീത്ത പറഞ്ഞ? ഇസ്ലാമിന്റെ പുറത്തുള്ളവരൊന്നുമല്ല, ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞ ആളുകൾ. അവരെന്താ പറഞ്ഞ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുള്ള എന്ന പുരുഷന്റെയും ആമിന എന്ന സ്ത്രീയുടെയും മകനായി സാധാരണ കുട്ടികൾ ജനിക്കും പോലെ മക്കത്ത് ജനിച്ചു. ഇത് തെറിയല്ലേ? ആണ്. റസൂലുള്ളാഹിന്റെ മഹത്വത്തെ നിരാകരിക്കലാണിത്. ഇത് അനുവദിക്കാൻ പാടില്ല. നമ്മൾ പറയാൻ എല്ലാവർക്കും എന്തും പറയാൻ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് തന്നെ കയ്യേറ്റം ചെയ്യാൻ പാടില്ല എന്നേ ഉള്ളൂ. നമ്മളെ മനസ്സിൽ അതിനോട് വെറുപ്പുണ്ടായിക്കൂടെ? അത് ഈമാനല്ലേ? ആണ്. റസൂലുള്ളാഹിനോട് നമുക്ക് ഇഷ്ടമുണ്ട് എന്ന് വന്നാൽ, നബിതങ്ങൾക്ക് എന്തെങ്കിലും ഒരു പവർ കുറവ് പ്രകടിപ്പിക്കുന്ന വാക്ക് പറയുന്നവരോട് നമുക്ക് വെറുപ്പ് വരണം. അതാണ് സ്നേഹം എന്ന് പറഞ്ഞ്. യഥാർത്ഥത്തിൽ സ്നേഹത്തിന്റെ അളവ് അത്ര വലുതാ. ചരിത്രത്തിൽ നമുക്ക് കാണാലോ, പിന്നെ വളരെ പണ്ടേ ഉള്ള ചരിത്രങ്ങളിലൊക്കെ കാണാൻ നമുക്ക് ലൈലയും മജ്നൂനും, രണ്ട് കഥാപാത്രങ്ങൾ. അത് യഥാർത്ഥത്തിൽ ലൈലയും മജ്നൂനും അല്ല, ലൈല മജ്നൂൻ എന്ന് പറഞ്ഞ രണ്ട് കഥാപാത്രങ്ങളെ നമുക്കറിയാം സ്നേഹത്തിന്റെ പ്രതീകങ്ങളായിട്ട്. ഈ ലൈല എന്ന് പറയുന്ന ആ പെണ്ണിനോട് വല്ലാത്ത ഇഷ്ടം തോന്നി കൈസ് എന്ന് പറഞ്ഞ ഒരു ചങ്ങാതിക്ക്. അപ്പൊ ആ ചങ്ങാതി പിന്നെ പ്രേമിച്ച് വട്ടായിപ്പോയി. അതുകൊണ്ട് മജ്നൂൻ എന്ന് പിന്നെ പേരിട്ടതാ, ഭ്രാന്തൻ ആൾക്കാർ പേരിട്ടതാ. അയാളെ സ്നേഹത്തിന്റെ അളവെത്ര ചരിത്രത്തിൽ കാണാം. അയാള് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളും കുടുംബങ്ങളും എന്ത് പറഞ്ഞു? മുണ്ട്യാ ലൈല, മുണ്ട്യാ പൊറാട്ടാറിനമായിട്ടാണ് ഇയാൾക്ക് മുണ്ട്യാ ലൈല, അങ്ങനത്തെ വർത്താനമുള്ളൂ, വേറൊരു സംഗതിയില്ല. അങ്ങനെ ഈ ലൈല 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 എന്ന് പറഞ്ഞിങ്ങനെ നടന്ന് വീട്ടിലെ കാര്യങ്ങൾ നോക്കണില്ല, നാട്ടിലെ കാര്യങ്ങൾ നോക്കണില്ല, ഇയാളെന്നെ തിരുമ്പി കുളിക്കണില്ലാത്ത അവസ്ഥയിൽ വന്നപ്പോ ബാപ്പയും ബാക്കിയുള്ള കുറച്ച് ആൾക്കാരും ഇയാളെ പിടിച്ചു കെട്ടിയിട്ട് കഅബത്തിന്റെ അടുത്തോണ്ട് കില്ല് പിടിച്ചിങ്ങനെ ദ്വാർക്കുകയാണ്. എന്താ ദ്വാർക്കണ്? മകനോട് ദ്വാർക്കാൻ പറയാണ്, പടച്ചോനെ ലൈലയോടുള്ള ആ ഇഷ്ടം നിന്റെ മനസ്സിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടാന്ന് ദ്വാർക്കാൻ പറയാണ്. അതിന് ആമീൻ പറയാൻ വേണ്ടി പിന്നിൽ ഇവലും കാത്തിക്കുക. അപ്പോഴാണ് കഅബത്തിന്റെ കില്ല് പിടിച്ച് കൊണ്ടുപോയ ആളുകളുടെ മുന്നിൽ അയാൾ പ്രാർത്ഥിക്കുന്നു, യാ റബ്ബി ലാ തസ്ലുബന്നി ഹുബ്ബഹ അബദ വയർഹമില്ലാഹു അബ്ദൻ ഖാല ആമീന.
പടച്ചവനെ എൻ്റെ ലൈലയോടുള്ള ഇഷ്ടം എൻ്റെ മനസ്സിന്ന് ഒരിക്കലും ഈ എടുത്തു കളയല്ലേ പടച്ചവനെ. ഈ ദുആക്കാരെങ്കിലും ആമീൻ പറയണമെങ്കിൽ അവരെയും കൂടെ നീ അനുഗ്രഹിക്കണേ. ആലോചിച്ചോക്കണേ, സങ്കടത്തിന് അരിച്ചെടുത്തിട്ട് മഹാസങ്കടം പാസ്സായി പറഞ്ഞ മാതിരി മക്കള് പിടിച്ചേട്ടിക്കൊണ്ടുപോയിട്ട് കഅബത്തിന്റെ അടുത്ത് അത്രയും ടൈം വേസ്റ്റായി എന്നല്ലാതെ ഇയാളെ ദ്വയം കൂടെ പിന്നെ ലൈലയോടുള്ള ഇഷ്ടം അരക്കിട്ടുറപ്പിക്കാനാണ്. ആ ലൈലയോടുള്ള ഇഷ്ടം അയാൾ പ്രകടിപ്പിച്ചത് എങ്ങനെയൊക്കെയാ? ചരിത്രത്തിൽ നമുക്ക് കാണാം. റഅൽ മജ്നൂനു ഫിൽ മൈദാനി കൽബ. ഒരിക്കൽ ഇങ്ങനെ പിന്നെ ഒരു ഗ്രൗണ്ടിൽ ഒരു പട്ടിയെ കണ്ടു മജ്നൂൻ. ആ പട്ടിയെ കണ്ടപ്പോ ആ പട്ടി അയാൾ അടുത്തേക്ക് പിടിച്ചു കൂട്ടിയിട്ട് ആ പട്ടി അങ്ങനെ ചുംബിച്ചപ്പോ ഫലാമൂഹു, ആളുകളൊക്കെ അയാൾ ആക്ഷേപിച്ചു. എന്തെങ്ങ എനിക്ക് ഇപ്പൊ ഭ്രാന്തായപ്പോ പട്ടീനെ ചുംബിക്കൽ തുടങ്ങിയോ? ആ സമയത്ത് അയാൾ പറഞ്ഞു, ഏയ് എന്നെ നിങ്ങൾ ആക്ഷേപിക്കരുത്, കാരണം ഞാൻ ഈ പട്ടിയെ അല്ല ചുംബിക്കുന്നത്, മറിച്ച് ഈ പട്ടിയെ ഒരു ദിവസം ലൈലയുടെ വീട്ടുമുറ്റത്ത് ഞാൻ കണ്ടിരുന്നു. ലൈലയുടെ വീട്ടുമുറ്റത്ത് കൂടി നടന്നുപോയ പട്ടിയോട് പോലും എനിക്ക് ഇഷ്ടമാണെന്ന് മജ്നൂൻ എന്ന് പറയുന്ന ആ സ്നേഹത്തിൽപ്പെട്ട് ബുദ്ധിക്ക് തകരാറ് സംഭവിച്ചു പോയ ആള് പറഞ്ഞത്. അയാൾ പറഞ്ഞു എന്ന് പറഞ്ഞത് ഞാൻ അതുകൊണ്ട് നമ്മൾ അതിന് തെളിവിന് പറഞ്ഞല്ല, മറിച്ച് സ്നേഹത്തിന്റെ ഒരു അവസ്ഥ എങ്ങനെയാണെന്നുള്ള അതിന്റെ സാഹചര്യം പറഞ്ഞതാണ്. ഇപ്പൊ മജ്നൂനും ലൈലയാണ്. ഇപ്പൊ നമുക്ക് തെളിവ് എന്ന് ആലോചിക്കണ്ട, നമുക്ക് തെളിവ് സഹാബത്തിന്റെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അതൊരു ശൈലിയാണ്, അതിന്റെ ഒരു മനഃശാസ്ത്രമാണ്. എന്ത്, ഒരാളോട് നമുക്ക് ഇഷ്ടമുണ്ടായാൽ അദ്ദേഹത്തുമായിട്ട് ബന്ധപ്പെട്ടതിനോടൊക്കെ നമുക്ക് ഇഷ്ടമുണ്ടാവും അല്ലേ? സ്വന്തം ഭാര്യയോട് നല്ലോണം താല്പര്യവും സ്നേഹവും ഉണ്ടെങ്കിൽ കണ്ടോ നയിക്കോന്നാണെങ്കിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. അല്ല, നല്ല ഇഷ്ടവും സ്നേഹം ഉണ്ടെങ്കിൽ ആ ഭാര്യയുടെ തുപ്പുനീരിനോട് നമുക്ക് വെറുപ്പുണ്ടാവില്ല അല്ലേ? ആ ഭാര്യയുടെ ശരീരത്തിലെ ഒന്നിനോടും നമുക്ക് വെറുപ്പുണ്ടാവില്ല. അവർ ചിലപ്പോൾ വേർത്ത് കുളിച്ചിട്ടേക്കും വന്നിട്ടുണ്ടാവുക. ബസ് കയറിയ സമയത്ത് ഏതെങ്കിലും ഒരു ചങ്ങായി വേർത്ത് കുളിച്ച മാതിരത്തെ ഒരു കാഴ്ചപ്പാട് ആ വേർപ്പിനോട് നമുക്കുണ്ടായിന്ന് വരില്ല. ഇഷ്ടമുണ്ടെങ്കിൽ അല്ലേ? നമ്മൾ ചെറിയ മക്കളെ നമുക്ക് കുട്ടികളോടല്ല ഇഷ്ടാ. അപ്പൊ കുട്ടികൾ ഇങ്ങനെ ചീരാപ്പൊലിപ്പിച്ച് മൂക്കിന്ന് ഇങ്ങനെ നന്നായിട്ട് ഒലിക്കുകയാണെങ്കിൽ നമ്മളെ കൈകൊണ്ട് തന്നെ നമ്മളത് ശരിക്കെന്താവും കഴുകി കൊടുക്കും. അതേ സമയത്ത് നാട്ടിൽ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കുട്ടിയുടെ മൂക്കെങ്ങാനും അഥവാ കയ്യുമ്പോൾ തട്ടിപ്പോയാലോ ഒരു സോപ്പ് മുഴുവട്ട് കഴുകും നമ്മളല്ലേ, വാസന പോയോന്നറിയാണ്ടേ. എന്തേ സംഗതി? ഇഷ്ടത്തിന്റെ അവസ്ഥ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഹബീബ് റസൂലുള്ളാഹിനോട് നമ്മൾക്ക് ഇഷ്ടം വേണമെന്ന് തങ്ങൾ തന്നെയാണല്ലോ പറഞ്ഞത്. നിങ്ങളെക്കാളേറെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാത്തിനേക്കാളും ഇഷ്ടം എന്നോടുണ്ടായാലേ നിങ്ങൾക്ക് എന്തുണ്ടാവുള്ളൂ, ഈമാൻ ഉണ്ടാവുള്ളൂ എന്ന് റസൂലുള്ള പറഞ്ഞല്ലോ. അതിലാർക്കും തർക്കമല്ലല്ലോ, സഹിയായ ഹദീസാണ്. ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവൽദിഹി വന്നാസി അജ്മഈൻ. ലോകത്തെ എല്ലാത്തിനേക്കാളും ഇഷ്ടം റസൂലുള്ളാഹിനോടാകുമ്പോഴേ നിങ്ങൾക്ക് വിശ്വാസിയാവാൻ കഴിയൂ എന്ന് ഹബീബ് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ആ പഠിപ്പിച്ച ആ സ്നേഹം എങ്ങനെയൊക്കെയാണ് പ്രാക്ടിക്കലാക്കേണ്ടത്? ആ പ്രാക്ടിക്കലാക്കുന്നതിന്റെ ഏറ്റവും ഉയർന്ന അളവിലുള്ള രൂപമാണ് അള്ളാന്റെ റസൂലിന്റെ മതിപ്പിന് കുറവാകുന്ന വിധത്തിൽ, അവിടുത്തെ ഉന്നതമായ വ്യക്തിത്വത്തിന് കുറവാകുന്ന വിധത്തിലുള്ള യാതൊരു പരാമർശവും നമ്മിൽ നിന്നുണ്ടായിക്കൂടാ. അങ്ങനെ പരാമർശിക്കുന്നവരോടും നമുക്കിഷ്ടമുണ്ടായിക്കൂടാ. നോക്കൂ നിങ്ങൾ, ഹബീബ് റസൂലുള്ളാഹിനോടുള്ള സമീപനത്തിൽ ബഹുമാനക്കുറവിന്റെ ഒരു ചെറിയ അംശം പോലും നമ്മിൽ നിന്നുണ്ടായിക്കൂടെന്ന് കർക്കശമായ ശൈലിയിലല്ലേ വിശുദ്ധ ഖുർആൻ പറയുന്നത്? സൂറത്തുൽ ഹുജറാത്ത് 49-ാമത്തെ അധ്യായം നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. ആ സൂറത്തുൽ ഹുജറാത്തിന്റെ 2-ാമത്തെ ആയത്തിൽ തന്നെ അല്ലാഹു പറയുന്നത് എന്താണ്? യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബിയ്യി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശബ്ദത്തെക്കാൾ നിങ്ങൾ ശബ്ദമുയർത്താൻ പാടില്ല തങ്ങളുടെ സന്നിധിയിൽ. അതേപോലെ വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅലികും ലിബഅൽ, നിങ്ങൾ പരസ്പരം ഉച്ചത്തിൽ വർത്തമാനം പറയുന്നത് പോലെ റസൂലുള്ളാഹിന്റെ മുന്നിൽ നിങ്ങൾ ഉറക്ക വർത്തമാനം പറയാനും പാടില്ല. എന്തേ അങ്ങനെ പറഞ്ഞാൽ ഉണ്ടാകുന്നത്? അൻ തഹബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങൾ അറിയാത്ത നിലക്ക് നിങ്ങളുടെ സുകൃതങ്ങൾ മുഴുവനും പൊളിഞ്ഞു പോകും എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല പറയുന്നു, ഇന്നല്ലദീന യഗുല്ലൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ശബ്ദം താഴ്ത്തി സംസാരിച്ച സഹാബികൾ ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ, ഭക്തിക്ക് പറ്റിയതാണോ ആ ഹൃദയങ്ങൾ എന്ന് പടച്ച റബ്ബ് പരീക്ഷണം നടത്തുകയും ആ പരീക്ഷണത്തിൽ അവർ വിജയിക്കുകയും ചെയ്തു. ലഹും മഗ്ഫിറത്തും വഅജ്റുൻ അളീം, അക്കാരണം കൊണ്ട് തന്നെ അവരുടെ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ മഹത്തായ പ്രതിഫലവും അവർക്കുണ്ട്. സഹാബത്ത് പവറുള്ളവരാകാനുള്ള കാരണമായിട്ട് ഖുർആൻ പറഞ്ഞത് കുറെ നിസ്കരിച്ചതല്ല,
കുറെ നോമ്പ് വെച്ചതല്ല, മറിച്ച് റസൂലുള്ളാന്റെ ബഹുമാനത്തിന് ഉതകുന്ന വിധത്തിലുള്ള സമീപനം നബി തങ്ങളുടെ മുന്നിൽ സ്വീകരിച്ചു എന്നതാണ്. ഇന്നല്ലദീന യഗുള്ളൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹ്, നബി തങ്ങളുടെ സന്നിധിയിൽ ശബ്ദം താഴ്ത്തി സംസാരിക്കുക എന്ന പ്രവർത്തനം അത് വാസ്തവത്തിൽ വലിയ ബുദ്ധിമുട്ടുള്ള പണിയല്ല. നബി തങ്ങളുടെ ബഹുമാനത്തിന് നിരക്കാത്ത വിധത്തിൽ ഉറക്കെ ഒന്ന് വർത്തമാനം പറഞ്ഞു പോയാൽ അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോകുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. എന്നിട്ട് ഖുർആൻ തുടർന്ന് പറയുന്നു, ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജുറാത്തി അക്സറുഹും ലാ യഖിലൂൻ. നബിയെ, മറകളുടെ പിന്നിൽ നിന്ന് റസൂലുള്ള റൂമിലുള്ള സമയത്ത് പുറത്തുനിന്ന് ചിലപ്പോൾ ചില അറാബികളൊക്കെ വന്നിട്ട് റസൂലുള്ളാനെ വിളിക്കും, ഏയ് നബിയെ നിങ്ങൾ എവിടെ? നമ്മളൊക്കെ വിളിച്ചത് എവിടെ കാക്കാച്ചി പോയി കിടക്കണമെന്നൊക്കെ ചോദിക്കൂലേ? അത് ബഹുമാനക്കുറവ് തന്നെയാണ്, അങ്ങനെ ചോദിക്കാൻ പാടില്ല. അപ്പൊ റസൂലുള്ളാനെ ഭൂമിയുടെ റൂമിന്റെ പുറത്തൊക്കെ നിന്നിട്ട് നബിയെ തങ്ങളെവിടെയാ, ഞാനൊന്ന് കാണാൻ വന്ന് നോക്കുമ്പോ ഇവിടെ ഒന്നും കാണാനല്ലോ എന്ന് റസൂലുള്ളാഹിന്റെ റൂമിന്റെ പുറത്ത് നിന്ന് വിളിക്കുന്ന ആളുകൾ അക്സറുഹും ലാ യഖിലൂൻ, അവരിൽ അധിക ആളുകൾക്കും ബോധമില്ലാതെയാണ് അവർ വിളിക്കുന്നത്. കാരണം ഇങ്ങനെ റസൂലുള്ളാഹിനെ വിളിക്കുന്നത് ബഹുമാനക്കുറവാണ്. വലൗ അന്നഹും സബറു, അവർ ക്ഷമിച്ചിരുന്നുവെങ്കിൽ ഹത്താ തഖ്റുജ ഇലൈഹിം, നബിയെ തങ്ങൾ അവരിലേക്ക് പുറപ്പെട്ടു വരുന്നത് വരെ അവർ ക്ഷമിച്ച് പുറത്ത് കാത്തു നിന്നിരുന്നുവെങ്കിൽ ലകാന ഖൈറൻ ലഹും, അതവർക്ക് ഏറ്റവും ഉത്തമമാകുമായിരുന്നു. വല്ലാഹു ഗഫൂറുർ റഹീം. പക്ഷേ വിവരമില്ലാതെ അങ്ങനെ വിളിച്ചുപോയ ആളുകൾക്ക് പടച്ച റബ്ബ് അതൊക്കെ പുറത്തു കൊടുക്കുകയാണെന്ന് അല്ലാഹു തആല ഖുർആനിൽ സൂറത്തുൽ ഹുജറാത്തിലൂടെ നമ്മളെ അറിയിക്കുമ്പോ, എന്തേ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മളിവിടെ കണ്ടത് ഹബീബ് റസൂലുള്ളാഹിനോടുള്ള ആദരവിന്റെ അളവ് എത്ര ആഴത്തിലുണ്ടാവണമെന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. നബി തങ്ങൾ റൂമിലുള്ള സമയത്ത് പുറത്തുനിന്നൊന്ന് വിളിക്കാൻ പോലും പാടില്ല. പുറത്തേക്ക് തങ്ങൾ വരുന്നവരെ ക്ഷമിച്ചിങ്ങനെ നിന്നോളണം. അങ്ങനെ നിന്നാൽ ലക്കാന ഖൈറൻ ലഹും, അതാണ് അവർക്ക് ഏറ്റവും ഉത്തമമെന്ന് അല്ലാഹു തആല പറയുമ്പോ, ഇനിയും നിങ്ങൾ നോക്ക്, വേറെയും ആയത്ത് ഖുർആനിൽ കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട സഹാബത്തിന്റെ കൂട്ടത്തിൽ ചിലര് അള്ളാഹിന്റെ റസൂലിന്റെ വീട്ടിൽ ഭക്ഷണത്തിന്റെ നേരത്തെ ചെല്ലും. അത് കുറച്ച് നേരത്തെ തന്നെ ചെന്നിങ്ങനെ കാത്തിരിക്കും. എന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാലും പിന്നെ അവരൊരു മുറുക്കലൊക്കെ പാസ്സാക്കിയിട്ട് വർത്താനം പറഞ്ഞാൽ അവിടെ തന്നെ തിരിക്കും. മനസ്സിലായില്ലേ? ഈ ചങ്ങായിമാരൊന്ന് പോകേടാന്ന് പറയാൻ തങ്ങൾക്കോട്ട് പറ്റൂല. ആ സമയത്ത് തങ്ങൾ ഇവരൊപ്പം ഇരുന്നില്ലെങ്കിൽ ഇവർക്ക് എന്താ തോന്നാന്നുള്ള വിഷമോ. അതുകൊണ്ട് നിങ്ങൾ എന്നെ ശല്യം ചെയ്യാതെ ഇനിയിപ്പോ കഴിഞ്ഞില്ലേ, ചാപ്പാടൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയൊന്ന് പോയി തരുമെന്ന് പറയാൻ തങ്ങളെ ഉയർന്ന മാന്യത അനുവദിക്കണില്ല. തങ്ങൾക്ക് പക്ഷെ അതുകൊണ്ട് വിഷമമുണ്ട്. എപ്പോഴാ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ചരിത്രത്തിൽ ഇങ്ങനൊരു സംഭവം അള്ളാഹു പറയാനുണ്ടായ സാഹചര്യം. റസൂൽ എൻ്റെ ഒരു വിവാഹം കഴിഞ്ഞു. ആ വിവാഹത്തിന്റെ വിവാഹ സൽക്കാരം അള്ളാഹിന്റെ റസൂൽ നടത്തും. ബാക്കിയുള്ളവരോട് നടത്താൻ പറഞ്ഞിട്ടുണ്ട്. ഔലിം വലോബി ഷാത്തി, ഒരാടിന് അർത്ഥമുണ്ടെങ്കിലും വലീമത്ത് സദ്യ, വിവാഹ സദ്യ നടത്തണമെന്ന് റസൂലുള്ള ഉപദേശിച്ചിട്ടുണ്ട് സഹാബത്തിനൊക്കെ. അപ്പൊ അങ്ങനെ റസൂലുള്ള ആ സദ്യക്ക് വേണ്ടി കുറെ ആളുകൾ ക്ഷണിച്ചു. സ്വാഭാവികമായിട്ടും വിവാഹം കഴിഞ്ഞ് ആ സദ്യയൊക്കെ കഴിഞ്ഞ ആളുകളൊക്കെ പോയി അതിൻ്റെതായ ചിട്ടവട്ടങ്ങളൊക്കെ പിന്നെ നടക്കണം, ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. പക്ഷെ കുറച്ച് ആൾക്കാർ അവിടെ തന്നെ ഇരുന്ന് വർത്താനം പറയാം, ലോകത്തുള്ള സംഗതികളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി അവിടെ ഇരിക്കുക. തങ്ങളെ വീടാണെങ്കിൽ എന്താ, ഒരു റൂം തങ്ങൾക്കാണ് മാറ്റിക്കൊടുത്ത് മറ്റേ റൂമിലിരുന്ന് ഇവര് വർത്താനം പറഞ്ഞോട്ടെ എന്ന് വെക്കാനുള്ള സ്ഥലമല്ല. അങ്ങനെ വന്നപ്പോ അള്ളാഹിന്റെ റസൂല് വിഷമിക്കാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, ഇതാ ഇനി ഭക്ഷണത്തിന് ക്ഷണിച്ചാലല്ലാതെ, ടൈം ആയിട്ടുണ്ട് വന്നോളി എന്ന് പറഞ്ഞാലല്ലാതെ അഡ്വാൻസ് ആയിട്ട് നിങ്ങൾ ആരും അവിടെ പോയിരിക്കരുത് തങ്ങളെ വീട്ടില്. ഭക്ഷണം കഴിഞ്ഞാലോ ഉടനെ സ്ഥലം വിട്ടോളണം. കാരണം അവിടെ നിങ്ങൾ ഇരുന്നാൽ പോകീന്ന് പറയാൻ ആർക്ക് പറ്റില്ല, തങ്ങൾക്ക് പറ്റൂല. തങ്ങൾക്ക് ലജ്ജയാണ്, മടിയാണ്. അതേ സമയത്ത് അള്ളാഹു ഇത് പറയാൻ ലജ്ജിക്കില്ല. ആലോചിച്ച് നോക്കണം നിങ്ങൾ, എന്താ റസൂലുള്ളാഹിന്റെ പവർ. അതുകൊണ്ട് തന്നെ സ്നേഹിക്കഞ്ഞ് എവിടേക്ക് നമ്മൾ നോക്കി നിൽക്കുന്നത്. അള്ളാഹു എത്ര വലിയ മതിപ്പാണ് റസൂലുള്ളാഹിക്ക് കൊടുത്തത്. നിങ്ങൾ കണ്ടില്ലേ, നബിതങ്ങളോട് നമ്മൾ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗം പോലും ഏതെങ്കിലും ഭാഷയിൽ അർത്ഥത്തിന് മോശമുള്ളതായ പ്രയോഗങ്ങൾ വരെ നല്ല അർത്ഥത്തിന് പോലും നമ്മൾ പറയാൻ പാടില്ല അല്ലേ? നല്ല അർത്ഥത്തിനാണ് നമ്മൾ പറയണത്. പക്ഷേ മോശ അർത്ഥം അതിനുണ്ടെങ്കിൽ ആ പദം നമ്മൾ പറയാൻ പാടില്ല. പേര് വെക്കണിടത്തൊക്കെ ഉണ്ടല്ലോ, ഞാനൊരു ചെറിയ കാര്യം അവിടെ സൂചിപ്പിക്കുകയാണ്. പേര് വെക്കണിടത്തുണ്ട്. ഒരു പേര് നമ്മൾ ഡിക്ഷണറി നോക്കിയിട്ട് അർത്ഥം നോക്കിയാൽ നല്ല അർത്ഥം ഉണ്ടാകും, മോശ അർത്ഥം ഉണ്ടാകും. നമ്മൾക്ക് നല്ലത് മാത്രം മതി എന്ന് വിചാരിച്ച് വേണ്ടത് എടുക്കാന്നുള്ള നിലയ്ക്ക് നമ്മൾ ആ പേര് വെക്കും. വാസ്തവത്തിൽ അങ്ങനെ വെക്കരുത് എന്നാ. കാരണം എന്താ, മോശമായ ഏതെങ്കിലും അർത്ഥം ഒരു പേരിനുണ്ടെങ്കിൽ ആ പേര് നമ്മളെ മക്കൾക്ക് വെക്കരുത് എന്നാ. കാരണം എന്താ, ആ അർത്ഥത്തിനും ചിലർ വിളിച്ചു എന്ന് വരും അല്ലേ? ആ അർത്ഥത്തിനും ചിലർ വിളിച്ചു എന്ന് വരും. എന്തുമാതിരി റസൂലുള്ളാഹിനോട് അതാ ഖുർആൻ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ ലാ തഖൂലു റായിന, നിങ്ങൾ റായിന എന്ന് പറയരുത് നബിതങ്ങളോട്. എന്താ റായിന എന്ന് പറഞ്ഞാൽ, തങ്ങളെ ഞങ്ങൾ പരിഗണിക്കണം, ഞങ്ങളെ ശ്രദ്ധിക്കണം തന്നെയാണ് ആ വാക്കിന്റെ അർത്ഥം.
പക്ഷെ നിങ്ങൾ അത് പറയരുത്. വഖൂലും ദുർന, നബിയെ ഞങ്ങളെ കാര്യം നോക്കണമെന്ന് അങ്ങനെ തങ്ങൾ പറയാവൂ എന്ന് സഹാബികളെ നിങ്ങൾ പറയാവൂ റസൂലുള്ളാഹിനോട്. എപ്പോഴാ ഉള്ളത് പറയണത്? റായിന എന്ന പദം ജൂതന്മാർ വിഡ്ഢി എന്ന അർത്ഥത്തിന് പ്രയോഗിക്കാറുണ്ട്. പോലും റായിന എന്ന് പറയും റസൂലുള്ളാഹിനോട്. പ്രഥമ ദൃഷ്ട്യാ കേൾക്കുമ്പോൾ എന്താ തോന്നുക? ഞങ്ങളെ ശ്രദ്ധിക്കണം എന്നാ തോന്നും. പക്ഷെ ഓല ഉള്ളിൽ അർത്ഥം എന്താണ്? ഓല ഉള്ളിൽ അർത്ഥം റസൂലുള്ളാഹിനെ മോശാക്കാണ്. ഇങ്ങനെയാണല്ലോ ഓല അങ്ങനെ പല പരിപാടി ഒപ്പിച്ചിരുന്നു. അസ്സലാമു അലൈക്കും റസൂലുള്ളാഹിനോട് വന്നിട്ട് പറയും അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും. നമ്മളിപ്പോ ഫാഷനാക്കിയിട്ട് സലാം അങ്ങനെ ആയിട്ട് അല്ലേ? നമ്മളിപ്പോ ഫാഷനാക്കിയിട്ട് അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും എന്നിടത്ത് ലാമണ് പോയിട്ട് അസ്സലാമു അലൈക്കും അല്ലേ പറഞ്ഞ് ഫാഷനായിട്ട് അങ്ങനെ ആയിപ്പോണ്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഈ പണ്ടാരടങ്ങട്ടെ എന്നാ, ശരിയല്ലേ? മരിച്ചു പോട്ടെ എന്നാ വാക്കിന്റെ അർത്ഥം. അപ്പൊ റസൂലുള്ളാഹിനോട് അസ്സലാമു അലൈക്കും കേൾക്കുമ്പോ പെട്ടെന്ന് എന്ത് തോന്നും? അസ്സലാമു അലൈക്കും എന്നാ പറയണെന്ന് തോന്നും. വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞാലോ? വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സലാം ഉണ്ടാകട്ടെ എന്ന അർത്ഥം വരിക. ആ സമയത്ത് അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾ മരിച്ചു പോട്ടെ എന്ന അർത്ഥം. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത് ഓരോ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വഅലൈക്കും എന്ന് മാത്രം പറഞ്ഞാൽ മതി അല്ലേ? വഅലൈക്കും എന്ന് മാത്രം ഇങ്ങോട്ട് എന്താണെന്ന് വെച്ചെങ്കിൽ അത് അതേ അളവിൽ തിരിച്ച് അങ്ങോട്ടും അതാണ്. അപ്പൊ ഈ വഅലൈക്കും എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ വരിക? അത് ഈ പറഞ്ഞത് എങ്ങനെ വെച്ചാൽ അത് നോക്കിയിട്ട് വരും. പണ്ടൊരു കുട്ടിയോട് ചോദിച്ചില്ലേ, പ്രായപൂർത്തി എത്തിയ ഒരു മനുഷ്യന്റെ തൊള്ളയിൽ എത്ര പല്ലുണ്ടാവും എന്ന് വെച്ചപ്പോ അതവന്റെ കയ്യിലിരിപ്പിനനുസരിച്ചുണ്ടാവും എന്ന് പറഞ്ഞില്ലേ കുട്ടി മറുപടി എന്ന് പറഞ്ഞ മാതിരി. എന്നിട്ട് എന്തേ പറഞ്ഞ് അതിനനുസരിച്ച് വഅലൈക്കും മതി നോക്കുങ്ങള്. അപ്പൊ അങ്ങനെ പറയാറുള്ള ജൂതന്മാര് റായിന എന്ന് റസൂലുള്ളാഹിനോട് പറയും. സഹാബികളും അതേ വാക്കന്നെ പറയും. സഹാബികൾ റായിന എന്ന് പറഞ്ഞാൽ നബിയെ ഞങ്ങളെ ഗൗനിക്കണം ശ്രദ്ധിക്കണം എന്താണ്. അതേസമയത്ത് അവര് റായിന എന്ന് പറഞ്ഞാലോ റസൂലുള്ള വിഡ്ഢി എന്ന പരിഹാസത്തിന്റെ ചൊവ്വയുള്ള വാക്കാണ്. അപ്പൊ അല്ലാഹ് മുഅ്മിനീങ്ങളോട് പറഞ്ഞു, സഹാബികളോട് പറഞ്ഞു, അറിയാതെ പോലും റസൂലുള്ളാഹിനെ മോശമാക്കാൻ സാധ്യതയുള്ള ഒരു വാചകം നബിതങ്ങളോടുള്ള സംബോധനത്തിൽ നിങ്ങളിൽ നിന്ന് വരാൻ പാടില്ല. ബഹുമാനക്കുറവിന്റെ ഒരു ശൈലിയും റസൂലുള്ളാഹിനോട് നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തജ്അലൂ ദുആഅർ റസൂലി ബൈനക്കും കദുആഇ ബഅദികും ബഅദാ. നിങ്ങൾ പരസ്പരം വിളിക്കുന്നത് പോലെ അള്ളാഹിന്റെ റസൂലിനെ നിങ്ങൾ വിളിക്കാൻ പാടില്ല. അഹമ്മദേ പോക്കരെ നിങ്ങൾ തമ്മിൽ വിളിക്കുന്നത് പോലെ അള്ളാഹിന്റെ ഹബീബിനെ നിങ്ങൾ വിളിക്കാൻ പാടില്ല. അള്ളാഹു വിളിച്ചിട്ടില്ല. ലി ജിലാലിഹി മല്ലാഹു നാദാഹു ബിസ്മിഹി വമൻ ഖബ്ലഹു നാദാ ബിഅസ്മാഇഹിം റുസുലാ. അല്ലാഹു തആല ഹബീബ് റസൂലുള്ളാഹിനെ വലിയ അളവിൽ ആദരിച്ചതിന്റെ പേരിൽ നബി തങ്ങളെ ഒരു സ്ഥലത്തും തന്നെ അല്ലാഹു പേര് വിളിച്ചില്ല. ഖുർആനിൽ നോക്കൂ നിങ്ങൾ, യാ അയ്യുഹൻ നബിയു, യാ അയ്യുഹർ റസൂലു, യാ അയ്യുഹൽ മുസമ്മിലു, യാ അയ്യുഹൽ മുദ്ദസ്സിറു എന്നിങ്ങനെ റസൂലുള്ളാഹിന്റെ സ്ഥാനപ്പേരുകളല്ലാതെ മുഹമ്മദ് എന്ന പേര്, യാ മുഹമ്മദ് എന്ന് പറഞ്ഞ ഖുർആനിൽ ഒരിടത്തും റസൂലുള്ളാഹിനെ അല്ലാഹ് സംബോധന ചെയ്തില്ല. അതേ സമയത്ത് മറ്റുള്ളവരെയോ മറ്റുള്ള നബിമാരെ യാ ആദമു എന്ന് ഖുർആനിൽ കാണാം, യാ നൂഹു എന്ന് ഖുർആനിൽ കാണാം. അതേപോലെ യാ ഈസ, യാ മൂസ, യാ ഇബ്രാഹിം എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ കാണാം. പക്ഷേ മറ്റു നബിമാർക്കാർക്കും കൊടുക്കാത്ത ആദരവിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള അളവ് അല്ലാഹു തആല ഹബീബായ റസൂലുള്ളാഹിക്ക് നൽകിയത് കൊണ്ട് തന്നെ നബി തങ്ങളെ ഒരു സ്ഥലത്തും ഖുർആനിൽ യാ മുഹമ്മദ് എന്ന് പ്രയോഗിച്ചില്ല. യാ അയ്യുഹൽ മുസമ്മിൽ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്, യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്, യാ അയ്യുഹർ റസൂൽ, യാ അയ്യുഹൻ നബിയു തുടങ്ങിയിട്ടുള്ള പദങ്ങൾ സ്ഥാനപ്പേരല്ലാതെ പറഞ്ഞിട്ടില്ല. നമ്മൾ വാപ്പാനെ വിളിച്ചിട്ട് വാപ്പാന്ന് വിളിച്ചാൽ ബഹുമാനാണ്. അതേസമയത്ത് അഹമ്മദ് കുട്ടി ഹാജി എന്ന് വിളിച്ചാൽ അത് ബഹുമാനക്കുറവാണ്. എന്തേ വാപ്പ അഹമ്മദ് കുട്ടി ഹാജി തന്നെയല്ലേ? ഹാജി തന്നെയാണ്. പക്ഷെ അഹമ്മദ് കുട്ടി ഹാജി എന്ന് വാപ്പാനെ നേരെ വിളിച്ചാൽ അത് ബഹുമാനക്കുറവാണ്. ഇതുപോലെ അല്ലാഹു തആല റസൂലുള്ളാഹിനെ ഓ മുഹമ്മദേ എന്ന് അങ്ങനെ പേര് വിളിച്ചിട്ടില്ല. നൂഹു എന്ന് വിളിച്ചതുപോലെ, ഈസ എന്ന് വിളിച്ചതുപോലെ. അതാണ് മഹാന്മാര് പറഞ്ഞത്, ലി ജിലാലിഹി മല്ലാഹു നാദാഹു ബിസ്മിഹി. റസൂലുള്ളാഹിനെ പേരുകൊണ്ട് അല്ല വിളിച്ചിട്ടില്ല. ഇനി നിങ്ങൾ നോക്ക്, റസൂലുള്ളാഹിനെ ആരെങ്കിലും മോശമായിട്ട് വല്ലതും പറഞ്ഞാൽ അതിന് ഉടനടി മറുപടി പടച്ച റബ്ബ് പറയാൻ അമാന്തിക്കുന്നില്ല. ചരിത്രത്തിൽ നമുക്ക് കാണില്ലേ, ഖുർആനിൽ എത്ര കാണാൻ നമുക്ക്. ജിബ്രീൽ അലൈഹിസ്സലാം വഹയുമായിട്ട് വരുന്നത് കുറച്ച് സമയത്തേക്ക് താമസിച്ചു. ആ വഹയ് വരാതെ വന്നപ്പോൾ റസൂലുള്ളാഹിക്ക് മനസ്സിൽ വല്ലാത്ത ബേജാറ്, ജിബ്രീലിനെ കാണാണ്ടായപ്പോൾ വല്ലാത്ത വിഷമം. യജമാനനായ റബ്ബിന്റെ സന്ദേശങ്ങളുമായി കടന്നു വരുന്ന
ജിബ്രീലിന്റെ സാന്നിധ്യത്തിന് വേണ്ടി ഹബീബ് റസൂലുള്ള കൊതിച്ചിരിക്കുന്നു. പക്ഷെ ജിബ്രീലിനെ ദിവസങ്ങളോളം കാണാനില്ല. ഈ വിവരം പുറത്തറിഞ്ഞു, റസൂലുള്ള വിഷമത്തിലാണെന്നറിഞ്ഞു. ഉടനെ തന്നെ മക്കക്കാര് പ്രചരിപ്പിക്കാൻ തുടങ്ങി. അവർ സന്തോഷിച്ച് തുള്ളാൻ തുടങ്ങി. മുഹമ്മദ് നബിന്റെ പടച്ചോൻ അതാ മുഹമ്മദ് നബിയെ കൈയൊഴിഞ്ഞു. മുഹമ്മദ് നബിയോട് പടച്ചോനും ദേഷ്യം വന്നു, നാട്ടുകാരായ നമ്മക്ക് മൊത്തം ദേഷ്യം വന്നു എന്ന് മാത്രമല്ല പടച്ചോനും ദേഷ്യം വന്നിട്ടുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാനെ മോശമായ വിധത്തിൽ അവർ പ്രഖ്യാപനം നടത്തിയപ്പോൾ ഉടനെ തന്നെ അതിന്റെ മറുപടി, ആ വിഷയത്തിന്റെ ക്ലാരിഫിക്കേഷൻ യജമാനനായ റബ്ബ് നടത്തുന്നു. ഖുർആനിൽ നമുക്ക് കാണാം, വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. ഓ നബിയെ, തങ്ങളുടെ നാഥൻ തങ്ങളെ കൈയൊഴിഞ്ഞിട്ടില്ല, തങ്ങളോട് ദേഷ്യപ്പെട്ടിട്ടുമില്ല. ദേഷ്യപ്പെട്ടിട്ടില്ലെന്ന് മാത്രമല്ല, തങ്ങൾക്കിതാ ഒരുപാട് ഓഫറുകൾ റബ്ബ് തരാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തുടർന്നങ്ങോട്ട് അല്ലാഹു പറയാണ്, വലല്ലാഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ. വരാനിരിക്കുന്ന ഓരോ ഘട്ടങ്ങളും മുമ്പുള്ളതിനേക്കാൾ തങ്ങൾക്ക് ഉത്തമമായിരിക്കും നബിയെ. റസൂലുള്ളാന്റെ ജീവിതത്തിലെ ഓരോ സെക്കൻഡിലും അള്ളാന്റെ റസൂലിന് പദവികൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഉമ്മത്തിൽ ഓരോരുത്തരും വിശ്വസിക്കുമ്പോൾ, ഓരോ മനുഷ്യന്മാരും നന്മകൾ ചെയ്യുമ്പോൾ അതിന്റെ ഒക്കെ യഥാർത്ഥ കാരണക്കാരൻ എന്ന നിലക്ക് അള്ളാന്റെ ഹബീബിന്റെ അക്കൗണ്ടിൽ ഇങ്ങനെ സംഖ്യകൾ വർദ്ധിക്കുകയാണ്. ഓരോ സെക്കൻഡിലും റസൂലുള്ളാക്ക് പവർ കൂടുകയാണ്. അതുകൊണ്ട് തന്നെ ഖിയാമത്ത് നാൾ വരെ ഹബീബ് റസൂലുള്ളാന്റെ മഹത്വം മുഅ്മിനീങ്ങൾ ചെയ്യുന്ന സകല ഖൈറിന്റെ പേരിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നബിതങ്ങൾ ആത്മീയമായ ഉന്നതിയുടെ ലോകത്തേക്ക് അനവരതം പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ഉയരത്തിലേക്ക് എത്താൻ പറ്റണമോ അത്രയും ഉയരത്തിലേക്ക് അള്ളാന്റെ ഹബീബ് എത്തുകയാണ്. അതോടൊപ്പം തന്നെ റബ്ബ് പറഞ്ഞു, വലസൗഫ യുഅ്തീക റബ്ബുക ഫതർലാ. നബിയെ, തങ്ങളുടെ നാഥൻ തങ്ങൾക്ക് പിന്നെ തരാൻ പോകുന്നുണ്ട്. എന്തൊക്കെയെന്ന് പറയാതെ റബ്ബ് സുബ്ഹാനഹു വ തആല കോമൺ ആയിട്ട് പറഞ്ഞു, തങ്ങൾക്ക് പിന്നെ തരാൻ പോകുന്നുണ്ട്. ഫതർലാ, അത് കിട്ടുമ്പോ തങ്ങൾക്ക് തൃപ്തിയാകും. നോക്കൂ നിങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ട് റസൂലുള്ളാനെ പടച്ചോൻ കൈയൊഴിഞ്ഞു എന്നൊരാരോപണം ശത്രുക്കൾ ഉന്നയിച്ചപ്പോ കൈയൊഴിഞ്ഞു എന്ന ആരോപണത്തെ നിഷേധിച്ചു എന്ന് മാത്രമല്ല, റസൂലുള്ളാക്ക് കൊടുക്കാൻ പോകുന്ന പവറുകളുടെ ഘോഷയാത്ര തന്നെ ഒരൊറ്റ സൂറത്തിന്റെ ചെറിയ ഭാഗങ്ങളിൽ അല്ലാഹു തആല ഖുർആനിൽ അവതരിപ്പിക്കുന്നു. അതേസമയത്ത് നിങ്ങൾ നോക്ക്, വേറെ സ്ഥലത്ത് നമുക്ക് കാണാം, അള്ളാന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ആളുകൾ പറഞ്ഞു, റസൂലുള്ളാന്റെ ആൺകുട്ടികളൊക്കെ ചെറുപ്പത്തിലേ മരിച്ചു പോയപ്പോ മുഹമ്മദ് നബി അതാ പിൻതലമുറയില്ലാതെ, അതേപോലെ തന്നെ തലമുറ നഷ്ടപ്പെട്ട് അതാ വേരറ്റു പോകുന്ന അവസ്ഥയിലുള്ളയാളാണെന്ന് ആക്ഷേപിച്ചു. ഉടനെ ഖുർആൻ പറഞ്ഞു, നബിയെ, തങ്ങൾക്ക് വേരറ്റു പോകുന്നില്ലെന്ന് മാത്രമല്ല, ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, തങ്ങൾക്ക് നമ്മൾ ധാരാളമായി അനുഗ്രഹങ്ങൾ, അളവറ്റ അനുഗ്രഹങ്ങൾ തങ്ങൾക്ക് നാം നൽകുന്നുണ്ട്. ഹൗലുൽ കൗസർ ആ അനുഗ്രഹങ്ങളിൽ പെട്ട ഒരനുഗ്രഹം മാത്രമാണ്. അൽ കൗസർ എന്ന് പറയുമ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിലെ വളരെ പവറുള്ള ഒരു അനുഗ്രഹമാണ് ഹൗലുൽ കൗസർ എന്ന പാനീയം. അതുൾപ്പെടെ ഒരുപാട് സംഗതികൾ തന്നു എന്ന് പറഞ്ഞിട്ട് അല്ല ഉടനെ തന്നെ പറയണ എന്താ, ഇന്ന ഷാനിയക ഹുവൽ അബ്തർ. ഓ നബിയെ, തങ്ങൾ മോശക്കാരനാണെന്ന്, പരമ്പരയറ്റവരാണെന്ന് പറഞ്ഞ് തങ്ങളെ ആക്ഷേപിക്കുന്നവൻ യഥാർത്ഥത്തിൽ ഹുവൽ അബ്തർ, അവനാണ് പരമ്പരയറ്റവൻ. നോക്കുങ്ങൾ, ഖുർആന്റെ എത്ര വലിയ ഗൗരവമുള്ള ശൈലിയ. റസൂലുള്ളാഹിനെ പറ്റി ശത്രുക്കൾ മോശമായിട്ട് പറഞ്ഞോടത്തൊക്കെ മറുപടി അല്ലേ പറയണ്. അതേസമയത്ത് അള്ളാഹിനെ പറ്റി മോശമായിട്ട് പറഞ്ഞതിന് മറുപടിയോ, നിങ്ങൾ പറഞ്ഞോളി എന്നാ റസൂലുള്ളാഹിനോട് അള്ളാഹ് പറഞ്ഞത്. അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള സംഗതിയാണ് അള്ളാഹ്ക്ക് പങ്കാളികളെ സ്ഥാപിക്കുക എന്നുള്ളത്, ശിർക്ക് ചെയ്യുക എന്നുള്ളത്, പടച്ചോന് പങ്കാളിന്റെ ഷെയറുകാരുണ്ട് എന്ന് പറയാന്നുള്ളത്. അങ്ങനെ ഷെയറുകാരായിട്ട് നമുക്ക് ഈ വിഷയത്തിനൊരു പരിഹാരം ഉണ്ടാക്കാന്ന് ഒരു മധ്യസ്ഥ ചർച്ച ഖുറൈശികൾ വന്നു, നേതാക്കന്മാർ വന്നു. റസൂലുള്ളാഹിനോട് പറഞ്ഞു, മുഹമ്മദ് നബിയെ, നിങ്ങൾ ആരാധിക്കുന്ന പടച്ചോനെ ഞങ്ങൾ കുറച്ചാൽ ആരാധിക്കാം, ഞങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളെ നിങ്ങളും കൂടെ കുറച്ചാണ് ആരാധിച്ചിട്ട് നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം. അത് അള്ളാഹ്ക്ക് വളരെ വെറുപ്പുള്ള സംഗതി. പടച്ചോനെ പറ്റി മോശം പറഞ്ഞ, കുറ്റം പറഞ്ഞതാ. അള്ളാഹിനെ പറ്റി പടച്ചോന് ഷെയറുകാരെ സ്ഥാപിക്കണമെന്ന് റസൂലുള്ളാഹിനോട് ആവശ്യം ഉന്നയിച്ചപ്പോ അത് പടച്ചോനെ ബാധിക്കണ സംഗതിയാ. അതിലെന്താ റസൂലുള്ളാഹിനോട് അള്ളാഹ് പറഞ്ഞത്, കുൽ, നിങ്ങളാണ് പറഞ്ഞാലേ എന്റെ മറുപടി നബിയേ, യാ അയ്യുഹൽ കാഫിറൂനെ, അവിശ്വാസികളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളൊന്നും ഞാൻ ആരാധിക്കുന്നില്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്ന അള്ളാഹ് നിങ്ങളും ആരാധിക്കുന്നില്ല. വലാ അന ആബിദും മാ അബത്തും, നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളെ ഒന്നും ഭാവിയിൽ ഞാൻ ആരാധിക്കാൻ പോണുമില്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദു, ഈ കാഴ്ചപ്പാടുമായിട്ട് തന്നെ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഞാൻ ആരാധിക്കണ അള്ളാഹിനെ ഭാവിയിൽ നിങ്ങളും ആരാധിക്കൂല. ലക്കും ദീനിക്കും, അത് നിങ്ങളെ വഴി എനിക്കിന്റെ വഴി. ആലോചിച്ചോക്കെ.
ഇത് അള്ളാഹിനെ പറ്റി മോശമാക്കിയിട്ട് പറഞ്ഞോടത്ത് മറുപടി പറയാൻ തങ്ങളോട് അത് നിങ്ങളാണ് പറഞ്ഞോളീന്ന്. റസൂലുള്ളയും ഹബീബുമായിട്ടുള്ള ബന്ധത്തിന്റെ, അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിന്റെ ഊഷ്മളതയാണ് നമുക്ക് ഇതിന്ന് മനസ്സിലാക്കേണ്ടത്. ഈ നബിതങ്ങളെയാണ് 40 വയസ്സായപ്പോ വഹയി കിട്ടി എന്നതൊഴിച്ചാൽ ബാക്കിയുള്ളതിലൊക്കെ ഒരു സാധാരണക്കാരൻ എന്ന് നമ്മളെ നാട്ടിൽ ചിലർ പറയണത് എന്ന് വന്നാൽ, ഹബീബിനോട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇവരോട് പിന്നെ മനസ്സിലെങ്കിലും വെറുപ്പ് തോന്നാത്ത മനുഷ്യൻ പിന്നെ എന്തു മനുഷ്യനാ? അവന്റെ മനസ്സിൽ ഹബീബിനോട് എന്താ സ്ഥാനമുള്ളത്? നിങ്ങൾ ആലോചിച്ചിട്ടില്ലേ? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പടച്ചോൻ കൊടുത്ത പവറുകൾ എത്രയാ? ഖുർആനിൽ നമുക്ക് കാണാം, മൂസ നബി അലൈഹിസ്സലാം റബ്ബിനോട് അങ്ങോട്ട് ദുആർക്കാണ്, റബ്ബി ശറഹ് ലി സദ്രി, പടച്ചോനെ നീ നൽകുന്ന സന്ദേശങ്ങളൊക്കെ ഉൾക്കൊള്ളാവുന്ന വിധത്തിൽ എന്റെ മനസ്സിനെ നീ അതിനൊക്കെ പാകപ്പെടുത്തി തരണേ റബ്ബേ. അതേ സമയത്ത് റസൂലുള്ളാഹിനോട് അല്ലാഹ് ഇങ്ങോട്ട് പറയാണ്, അലം നസ്റഹ് ലക സദ്റക്, നബിയെ ഞാൻ നൽകുന്ന ഏതു സന്ദേശങ്ങളാണെങ്കിലും അല്ലെങ്കിൽ തങ്ങൾ നേരിടേണ്ടുന്ന പ്രബോധന രംഗത്തെ എന്ത് കൈപ്പേറിയ അനുഭവങ്ങളാണെങ്കിലും അതൊക്കെയും ഉൾക്കൊള്ളാൻ പാകപ്പെട്ട വിധത്തിൽ തങ്ങളുടെ ഹൃദയത്തെ നാം വിശാലമാക്കി തന്നില്ലയോ നബിയെ? മൂസാ നബി ഇങ്ങോട്ട് ചോദിക്കുക, റബ്ബി ശറഹ് ലി സദ്രി, പടച്ചോനെ എന്റെ മനസ്സൊന്ന് വിശാലാക്കി തരണേ. റസൂലുള്ളാഹിനോട് അല്ലാഹ് ഇങ്ങോട്ട് പറയാം, അലം നസ്റഹ്, തങ്ങൾക്ക് ഞാൻ വിശാലാക്കി തന്നിട്ടില്ല, ഇനി എന്താ പേടിച്ചിന്? ആലോചിച്ച് നോക്കുങ്ങള്, എന്താണ് ഈ ഹബീബും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം? ഒരാൾ ഹബീബ് ആകുക എന്ന് പറഞ്ഞാൽ തന്നെ മെഹബൂബിന് ഇഷ്ടമല്ലാത്ത സംഗതി എന്നൊക്കെ ഇയാൾ മാറുക, അതോടൊപ്പം തന്നെ മെഹബൂബിന്റെ ഇഷ്ടത്തിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക, അപ്പോഴാണ് ഹബീബാകുക. അള്ളാഹുന്റെ റസൂലിനെ അള്ളാഹ് ഹബീബാക്കി അറിഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ഇഷ്ടത്തിന് വേണ്ടതൊക്കെ അള്ളാഹ് ചെയ്തു കൊടുക്കും തന്നെയാ. കണ്ടില്ലേ നമ്മള്? കഅബാലയം ഖിബിലയാക്കി കിട്ടുക. റസൂലുള്ള മക്കത്തുനിന്ന് മദീനത്തേക്ക് ഹിജ്റ പോയപ്പോ 16 മാസക്കാലം അല്ലെങ്കിൽ കുറച്ചുകൂടി ദിവസങ്ങൾ കൂടുതൽ ആ ബൈത്തുൽ മുഖദ്ദസ് ഖിബിലയാക്കിയ റസൂലുള്ള നിസ്കരിച്ച മദീനത്ത്. പക്ഷെ അവിടെ അങ്ങനെ നിസ്കരിക്കുമ്പോഴൊക്കെ തങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലെ വല്ലാത്ത ആഗ്രഹമാണ് എന്ത്? പടച്ചോനെ, ഞാൻ ജനിച്ചു വളർന്ന നാട്ടിലെ കഅബാലയം അത് ഖിബിലയാക്കി കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്റെ പിതാമഹൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമും ഇസ്മായിൽ നബി അലൈഹി സ്വലാമും അവിടുത്തെ പരിശുദ്ധ കരങ്ങൾ കൊണ്ട് പടുത്തുയർത്തിയ, അതിനുശേഷം എന്റെ പിതാമഹന്മാർ ഖുറൈശികൾ തന്നെ വീണ്ടും പുനർനിർമ്മാണം നടത്തിയ എന്റെ കളിത്തൊട്ടിലായി വളർന്ന മക്കയിലുള്ള കഅബാലയം ഖിബിലയാക്കി കിട്ടിയെങ്കിൽ എത്ര നന്നായിരുന്നു. ഹബീബിന്റെ മനസ്സിൽ വല്ലാത്ത ആഗ്രഹം വന്നു. അല്ലാഹു തആല വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ മാസങ്ങൾക്ക് ശേഷം കഅബാലയം ഖിബിലയാക്കി കൊടുക്കാൻ തീരുമാനമെടുത്ത വിഷയം ഖുർആനിലൂടെ റബ്ബ് പറഞ്ഞ ശൈലി നോക്കൂ നിങ്ങൾ. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാഇ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹാ. ഈ ആയത്താണ് ഇറങ്ങിയ സമയത്ത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനെ പുകഴ്ത്തിയിട്ട് മനസ്സ് നിറയെ പറഞ്ഞൊരു വാക്കുണ്ട് ഹദീസിൽ, മാ അറാ റബ്ബക ഇല്ലാ വയുസാരിഉ ഫി ഹവാക യാ റസൂലല്ലാഹ്. അള്ളാഹിന്റെ നബിയെ, അങ്ങയുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും നടപ്പാക്കി തരാൻ വേണ്ടി ധൃതി പിടിക്കുന്ന അവസ്ഥയിലല്ലാതെ തങ്ങളുടെ യജമാനനായ റബ്ബിനെ എനിക്ക് കാണാൻ കഴിയണില്ല. തങ്ങളെ ഇഷ്ടം എന്താ നോക്കിയിട്ട് അത് നടപ്പാക്കി തരാൻ വേണ്ടി തന്നെ അല്ലാഹു തആല ധൃതി പിടിക്കുന്നതായിട്ടാണ് ഈ ഖിബില മാറ്റത്തിലൂടെ എനിക്ക് തങ്ങളുമായിട്ടുള്ള റബ്ബിന്റെ പെരുമാറ്റം കാണാൻ പറ്റുന്നത് എന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനെ പുകഴ്ത്തിയാൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, ഈ മുത്തുനബിയുടെ പവർ എത്രയാ, ഈ മുത്തുനബിയുടെ മഹത്വം എത്രയാ. അതുകൊണ്ട് തന്നെ ഈ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആരൊക്കെ ഏതൊക്കെ വിധത്തിൽ ആക്ഷേപത്തിന്റെ സ്വരത്തിൽ എന്തൊക്കെ പറഞ്ഞോ ആ പറയുന്നത് മുഴുവനും റബ്ബിന് വളരെ വെറുപ്പുള്ള സംഗതിയാണ്. നബി തങ്ങളുടെ മഹത്വത്തിന് നിരക്കാത്ത നിലക്കുള്ള പ്രസ്താവനകൾ റസൂലുള്ളാഹിനെ കുറിച്ച് വരുന്നത് റബ്ബിന് പൊരുത്തമില്ലാത്ത സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിൽ റബ്ബ് പറഞ്ഞത് കാണാം, അള്ളാഹുനെയും അവന്റെ റസൂലിനെയും എടങ്ങേറാക്കുന്നവർ, അവരെ ബുദ്ധിമുട്ടിക്കുന്നവർ, അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു. നോക്കണം നിങ്ങൾ, റസൂലുള്ളാഹിന്റെ മഹത്വത്തിന് നിരക്കാത്ത വാക്ക് തങ്ങളെ കുറിച്ച് പറഞ്ഞൂടാ, തങ്ങളുടെ വേണ്ടപ്പെട്ടവരെ കുറിച്ച് പറഞ്ഞൂടാ. ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ ഇസ്ലാമിന്റെ പേരിൽ ജീവിക്കുന്ന ചില ആളുകൾക്ക് തന്നെ അള്ളാഹിന്റെ റസൂലിന്റെ മാതാവ് ആമിന ബീവിയെ, ഉപ്പയായ അബ്ദുള്ള എന്നവരെ നരകത്തിലേക്ക് റിക്രൂട്ട് ചെയ്യാനിട്ട് വല്ലാത്ത വിഷമാണ്. ലോകത്താകെ പ്രശ്നം ആമിന ബീവി നരകത്തിലെത്താത്തതാണെന്ന് തോന്നിപ്പോകും ഇവരുടെ പ്രസംഗങ്ങൾ കേട്ടാൽ. ഇസ്ലാമിന്റെ പേരിൽ ജീവിക്കുന്നു എന്ന് പറയുന്ന ആളുകളുടെ നാവിൽ നിന്ന് ഏറ്റവും ദുഷ്ടത്തരം നിറഞ്ഞ വാചകം വരികയാണ്, അള്ളാഹിന്റെ റസൂലിന്റെ ബാപ്പ നരക
നരകത്തിലാണ്, അള്ളാന്റെ റസൂലിന്റെ ഉമ്മ നരകത്തിലാണ്. ഞാനിത് വെറുതെ പറയുന്നതല്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ. എത്രയോ മൗലവിമാരുമായി സാധുവായ ഞാൻ ഉൾപ്പെടെ പലപ്പോഴും വാഗ്വാദം നടത്തേണ്ടി വന്നിട്ടുള്ള വിഷയമാണ്. അതേപോലെ ഖണ്ഡന മണ്ഡനങ്ങൾ നടത്തേണ്ടി വന്ന വിഷയമാണ്. ഇപ്പോഴും നടക്കുകയാണ്. അള്ളാന്റെ റസൂലിന്റെ ഉമ്മ ആമിന ബീവി കുഫ്ർ ചെയ്ത് ശിർക്ക് ചെയ്ത് നരകത്തിലെത്തിപ്പെട്ട പെണ്ണാണെന്ന് ഹബീബ് റസൂലുള്ളാന്റെ ഉമ്മാനെ പറ്റി പരസ്യമായി സ്റ്റേജിൽ വെച്ച് പ്രസംഗിക്കുന്ന ബിദ്അത്തിന്റെ കക്ഷികളുടെ വാചകങ്ങൾ ഹബീബിനെ വേദനിപ്പിക്കുമോ ഇല്ലേ എന്ന് നിങ്ങൾ ആലോചിക്കണം. നമ്മുടെ ബാപ്പ മരിച്ചുപോയതിനു ശേഷം ആ ബാപ്പ ഒരു പക്ഷേ മോശക്കാരനാണെന്ന് തന്നെ സങ്കല്പിക്കുക. അങ്ങനെയായാൽ പോലും ആ ബാപ്പാനെ സംബന്ധിച്ച് പിന്നെ മോശമായ വിധത്തിൽ സ്റ്റേജിൽ കയറി ഒരാൾ പ്രസംഗിക്കുന്നത് കേട്ടാൽ ബാപ്പാനോട് ഇഷ്ടമുള്ള മക്കൾക്ക് സഹിക്കുമോ? അവരത് ക്ഷമിക്കുമോ? ഇല്ല. എങ്കിൽ അള്ളാന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര ഇഷ്ടത്തോടെയാണ് തന്റെ ഉമ്മയുടെ കാര്യം പറഞ്ഞത്, എത്ര സന്തോഷത്തോടെയാണ് തന്റെ ഉപ്പയുടെ കാര്യം പറഞ്ഞത്. ആ ഉമ്മയും ഉപ്പയും നരകത്തിലേക്ക് സീറ്റ് റിസർവ് ചെയ്തവരാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന അഹ്ലു സുന്നയുടെ പുറത്തുള്ള കക്ഷികൾ, ബിദ്അത്തുകാർ, എന്തേ ഇവര് നബിദിനം ആഘോഷിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞത്? വെറുതെ പറഞ്ഞതല്ല. റസൂലുള്ളാഹിനോട് മനസ്സ് നിറയെ പകയാണ് അവർക്ക്, റസൂലുള്ളാഹിനോട് മനസ്സ് നിറയെ വിദ്വേഷമാണ്. നമ്മളെക്കാൾ നബിതങ്ങൾക്ക് പവറുണ്ടെന്ന് വരാൻ ആ വിഭാഗത്തിന്റെ കൽബ് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് പച്ചയായിട്ട് എഴുതി വച്ചിട്ടുണ്ട്, അബ്ദുള്ള എന്ന പുരുഷന്റെയും ആമിന എന്ന സ്ത്രീയുടെയും മകനായി സാധാരണ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് പോലെ മുഹമ്മദ് മക്കയിൽ ജനിച്ചു. സാധാരണക്കാരൻ വളരും പോലെ വളർന്നു. 40 വയസ്സായപ്പോ പ്രവാചകത്വം കിട്ടി. 63 വയസ്സായപ്പോ സാധാരണക്കാരൻ മരിക്കും പോലെ മരിച്ചു. റസൂലുള്ളാഹിനെ പറ്റി നമ്മുടെ നാട്ടില് എല്ലാരോടും ചിരിച്ചു നടക്കുന്ന ജമാഅത്തേറിന്റെ കമന്റാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. മുജാഹിദുകൾ എഴുതിയതോ കുറച്ചുകൂടി കട്ടിയായിട്ട് എഴുതി, ഒന്നുകൂടി വ്യക്തമായിട്ട് എഴുതി. സാധാരണക്കാരോട് സംവദിക്കേണ്ട പ്രവാചകൻ സാധാരണക്കാരനായിരിക്കണം. അത്ര പറഞ്ഞിട്ട് വഹാബികളുടെ നേതാക്കന്മാർക്ക് മതിയായില്ല. അതുകൊണ്ട് അവർ തുറന്നെഴുതി, ഒന്നുകൂടി വിശദീകരിച്ചെഴുതി, സാധാരണ പ്രകൃതിയുള്ള കണ്ണും സാധാരണ പ്രകൃതിയുള്ള കാതും മാത്രമേ മുഹമ്മദ് നബിക്കുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ നോക്കണം, എന്താപ്പ ഈ ആളുകളോട് നമുക്ക് ഇത്ര വെറുപ്പ്? അവരെ കുറിച്ച് നമ്മൾ പറയണം, അവരെ നമ്മൾ സ്നേഹിച്ചൂടാന്ന് പറയണത് എന്തുകൊണ്ടാണ്? നമുക്ക് ഹബീബിനോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. ഒരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ ആ ഇഷ്ടമുള്ള ആളെ മോശമായിട്ട് പ്രഖ്യാപിക്കുന്ന ആളോട് നമുക്ക് വെറുപ്പ് വേണം, മനസ്സിൽ വെറുപ്പ് വേണം. പുറത്തതിന്റെ പേരിൽ കോലാഹലവും കുഴപ്പമൊന്നും ഉണ്ടാക്കേണ്ടതില്ല. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേ സമയത്ത് നിങ്ങൾ നോക്കണം, അള്ളാന്റെ ഹബീബിന്റെ കണ്ണ് സാധാരണക്കാരന്റെ പ്രകൃതിയുള്ള കണ്ണാണെന്ന് ആരാണ് ഇവർക്ക് പറഞ്ഞു കൊടുത്തത്? ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പറഞ്ഞത്? നമ്മൾ മനസ്സിലാക്കണം. ഹബീബ് റസൂലുള്ളാഹിന്റെ കണ്ണ് സാധാരണക്കാരന്റെ കണ്ണാണെന്ന് ഖുർആനിലില്ല, ഹദീസിലില്ല. ഇല്ലെന്ന് മാത്രമല്ല, അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ലാ യഖ്ഫാ അലയ്യ ഖുശൂഉകും വലാ ഖുദൂഉകും, ഇതാ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ മാത്രം കുടികൊള്ളുന്ന നിങ്ങളുടെ ഭക്തിയും നിങ്ങളുടെ താഴ്മയും അതിന്റെ അളവ് എത്രയാണെന്ന്, അതിന്റെ ക്വാളിറ്റി എത്രയാണെന്നും അതിന്റെ ക്വാണ്ടിറ്റി എത്രയാണെന്നും ഇത് രണ്ടും എനിക്ക് അവ്യക്തമല്ല. അള്ളാഹിന്റെ റസൂല് പറയാണ്, ഒരു മനുഷ്യനെ പുറത്തുനിന്നിങ്ങനെ നോക്കിയിട്ട് ഓന്റെ മനസ്സിലുള്ള അളവ്, ഭക്തിയുടെ അളവ്, ഖുശൂഇന്റെ അളവ് എത്രയാണെന്ന് ഹബീബ് റസൂലുള്ളാഹിക്ക് പറയാൻ പറ്റും. ഇത് സാധാരണക്കാരന്റെ കണ്ണുകൊണ്ട് പറയാൻ പറ്റുമോ? നോക്കിയിട്ട് പറ്റില്ല. അള്ളാഹു മഹത്വം നൽകിയവരുടെ കണ്ണുകൊണ്ടേ അതിന് സാധിക്കൂ. ആ മഹത്വം ഏറ്റവും കിട്ടിയ റസൂലുള്ള നന്നായിട്ട് പറഞ്ഞു, അതിന്റെ താഴെ കിട്ടിയവർ അതിനനുസരിച്ചും പറഞ്ഞു. അതാണ് ഗൗസുൽ ആലം പറഞ്ഞത്, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളെ കൽഭാഗമെന്നോവർ. ചിലർക്ക് തോന്നി അത് ഓവറാണെന്ന്. അല്ല, അള്ളാന്റെ ഹബീബ് റസൂലുള്ള പഠിപ്പിച്ചിട്ടുള്ള ദീനില് അള്ളാഹു ഇഷ്ടപ്പെട്ട മഹാന്മാരുടെ കണ്ണിന് സാധാരണക്കാരന്റെ കണ്ണിന്റെ ലിമിറ്റില്ലാത്ത പവറുകൾ അള്ളാഹു നൽകുന്നുണ്ടെന്ന് ബഹുമാനപ്പെട്ട ഹബീബ് പഠിപ്പിച്ചതാണ്. ആ കൂട്ടത്തിൽ ഏറ്റവും പവറുള്ളയാളാണ് റസൂലുള്ള. അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടില്ലേ, സഹാബികളുടെ മനസ്സിലേക്ക് നോക്കിയിട്ട് അവരുടെ മനസ്സിലുള്ള വികാരങ്ങളും വിചാരങ്ങളും മനസ്സിലാക്കി അള്ളാന്റെ റസൂല് പ്രവർത്തിച്ചിട്ടില്ലേ? കേട്ടില്ലേ? നമ്മൾ എല്ലാ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും കാണുന്ന വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ്
ഹദീസാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, എല്ലാ അമലുകളും സാധുവാകുന്നത് അത് നിയ്യത്തുകൾക്കനുസരിച്ചാണ്. എന്താണ് കരുത്ത് എന്ന് നോക്കിയാണ്. എന്നിട്ട് അള്ളാന്റെ റസൂല് വിശദീകരിച്ചു, ഫമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി, ആരുടെങ്കിലും ഹിജ്റ അല്ലാഹുലേക്കും അവന്റെ റസൂലിലേക്കുമാണെങ്കിൽ, അഥവാ അവരുടെ പൊരുത്തം കിട്ടാനാണ് പലായനം ചെയ്തതെങ്കിൽ, ഫഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി, അവന്റെ ഹിജ്റ അല്ലാഹുലേക്കും അവന്റെ റസൂലിലേക്കും തന്നെയാണ്. അതായത് പടച്ച റബ്ബിന്റെ പൊരുത്തവും റസൂലുള്ളാന്റെ ഇഷ്ടം അവർക്ക് കിട്ടും. വമൻ കാനത്ത് ഹിജ്റത്തുഹു, ഏതെങ്കിലും ഒരാളുടെ യാത്രയാണെങ്കിൽ, ഇലാ ദുനിയാ യുസീബുഹാ, അവന് കിട്ടാനുള്ള ദുനിയാവ് നേടാനാണെങ്കിൽ, അവിംറാത്തിൻ യൻകിഹുഹാ, അല്ലെങ്കിൽ താൻ കല്യാണം കഴിക്കുന്ന പെണ്ണിനെ സമ്പാദിക്കാനാണെങ്കിൽ, ഫഹിജ്റത്തുഹു ഇലാ മാ ഹാജറ ഇലൈഹി, അവൻ എന്ത് ടാർഗറ്റ് ചെയ്തുകൊണ്ടാണോ ഹിജ്റ ചെയ്തതെങ്കിൽ അത് മാത്രമേ ലഭിക്കൂ. പടച്ചോന്റെ പൊരുത്തം കിട്ടണമെന്നില്ല. അള്ളാന്റെ റസൂൽ ഈ ഹദീസ് പറഞ്ഞു. എല്ലാ ഹദീസിന്റെ കിതാബിലും തുടക്കത്തിൽ തന്നെ അത് കാണാം.